ബാലകൃഷ്ണം നമാമ്യഹം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിം ജഗത്പുത്രപരാശരം ച വ്യാസം ശുകം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമഥാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമഥാസ്യ പത്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം തോടകം വാഗ്ദികകാരമന്യാൻ അസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമുക്കിന്ന് വായിക്കാനുള്ളത് 13ാമത്തെ പദ്യം മുതലാണ്. കൈറ്റരവും കട്ടയിനിർ കള്ളനും പോൻ മായാ മയക്കമറ്റ വേദാന്ത വാഴ്വും മുയർച്ചികെട്ട ആനന്ദാതീതത്തെ ആണവരാം ആഗമവും താനന്ദിനാർക്ക് സമൻ. പ്രസിദ്ധമായ 2 ഉദാഹരണങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ പദ്യം തുടങ്ങുന്നത്. വേദാന്തത്തിലെ പ്രസിദ്ധമായ 2 ഉദാഹരണം കയറിലെ സർപ്പവും കാനൽ ജലവുമാണ്. പക്ഷേ ഇവിടെ കാനൽ ജലത്തെ അല്ല പറയുന്നത്, കുറ്റിയിലെ കള്ളൻ അല്ലെങ്കിൽ കുറ്റിയിലെ ഭൂതത്താൻ. സ്ഥാണു പുരുഷൻ എന്നാണ് സംസ്കൃതത്തിൽ അതിനെ പറയുന്നത്. സ്ഥാണു എന്ന് പറഞ്ഞാൽ തൂൺ അല്ലെങ്കിൽ കുറ്റി. ഒരു കുറ്റിയെ അരണ്ട വെളിച്ചത്തിൽ ഒരു കള്ളൻ എന്ന് വേറെ ഒരാൾ തെറ്റിദ്ധരിക്കുന്നു, ഭയപ്പെടുന്നു. അതായത് ഉള്ളതിനെ നോക്കാതെ വേറൊന്നിനെ അതിൽ ആരോപിച്ച് ഭയപ്പെടുകയും ദുഃഖിക്കുകയും ചെയ്യുന്നു. ഇതിനെയാണ് അധ്യാരോപം എന്ന് പറയുന്നത്. കൈറ്റരവും കയറിലെ അരവവും. അരവം എന്ന് പറഞ്ഞാൽ പാമ്പ് എന്നർത്ഥം. കൈറ്റരവം കയറിൽ തോന്നുന്ന സർപ്പം, രജ്ജു സർപ്പം എന്നർത്ഥം. കൈറ്റരവും കട്ടയിനർ കള്ളനും പോൽ. കട്ടൈ എന്ന് പറഞ്ഞാൽ കുറ്റി. സംസ്കൃതത്തില് അല്ല, തമിഴില് കുറ്റി എന്നുള്ള വാക്ക് ഇല്ല, അത് മലയാളത്തിലുള്ള വാക്കാണ്. കട്ടൈ എന്ന് പറഞ്ഞാൽ ചെറിയ മരക്കഷ്ണം, കുറ്റി എന്നൊക്കെയാണ് അർത്ഥം. ആ മരക്കുറ്റിയിൽ കള്ളനുണ്ട്. കള്ളൻ എന്ന പോലെയും കയറിൽ സർപ്പം പോലെയും മരക്കുറ്റിയിൽ കള്ളൻ എന്ന പോലെയും ഇല്ലാത്തത് ഉള്ളതുപോലെ തോന്നുന്നു. മായാ മയക്കമറ്റ വേദാന്ത വാഴ്വ്. മായയുടെ സ്വാധീനം ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് വേദാന്ത ജീവിതം. നമ്മൾ വേദാന്തിയാണെന്ന് എപ്പോൾ പറയാം? വേദാന്തം കേട്ടത് കൊണ്ടോ പറഞ്ഞത് കൊണ്ടോ വേദാന്തിയാവില്ല. പ്രപഞ്ചം മിഥ്യയാണ്, അഹങ്കാരം ആ ആത്മാവിൽ ആരോപിക്കപ്പെട്ട ഒന്നാണ്, യഥാർത്ഥത്തിൽ എല്ലാം ആത്മമയമാണ് എന്നുള്ള കാര്യം ഉറപ്പുവരണം. അതില്ലെങ്കിൽ കുറഞ്ഞ പക്ഷം അഭ്യസിക്കുകയെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ വേദാന്തിയാണെന്ന് പറയാൻ പറ്റില്ല. മായാ മയക്കമറ്റ വേദാന്ത വാഴ്വ്. മായയുടെ മയക്കം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണ, ഒന്നിനെ വേറൊന്നായി മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കി തരുന്ന അല്ലെങ്കിൽ അതിന് കാരണമായ ശക്തിയാണല്ലോ മായ. ആ മായ മനുഷ്യന്റെ ഉള്ളിൽ ഒരു മയക്കത്തെ ഉണ്ടാക്കുന്നു. തമിഴിൽ മയക്കം എന്ന് പറഞ്ഞാൽ മോഹം, ഭ്രമം എന്നാണ് അർത്ഥം. ഡെല്യൂഷൻ. മായയ്ക്ക് ഇല്യൂഷനും മോഹത്തിന് ഡെല്യൂഷനുമാണ്. മായ കൊണ്ടാണ് മനുഷ്യന് മയക്കം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ മോഹം, ഭ്രമിച്ചു പോകുന്നു പ്രപഞ്ച വിഷയങ്ങളിൽ. ഇന്ദ്രിയങ്ങൾ പിടിച്ചു വലിക്കുന്ന സ്ഥലത്ത് മനസ്സ് ചെന്നെത്തുന്നു. അതില്ലാത്ത ജീവിതമാണ് വേദാന്ത ജീവിതം. വേദാന്ത വാഴ്വ് എന്ന് പറഞ്ഞാൽ ശരിക്കൊരാൾ വേദാന്തിയായി കഴിയുന്നു, അല്ലെങ്കിൽ വേദാന്തത്തിൽ ജീവിക്കുന്നു. എപ്പോ ഉള്ളിൽ ഈ മോഹമില്ലെങ്കിൽ, മായയുടെ പിടിയിൽ പെടാതെ ജീവിക്കാൻ കഴിഞ്ഞാൽ അതാണ് ശരിക്കുള്ള വേദാന്ത ജീവിതം. മുയർച്ചി കെട്ട ആനന്ദാതീതത്തെ ആണവരാം. മുയർച്ചി എന്ന് പറഞ്ഞാൽ പരിശ്രമം എന്നാണ് അർത്ഥം, എഫർട്ട്. മുയർച്ചി കെട്ട എന്ന് പറഞ്ഞാൽ പരിശ്രമമില്ലാത്ത കർമ്മരഹിതമായ ഒരു തലമാണ് ആത്മതലം. ഈ ആത്മാവിനെ നേടാൻ വേണ്ടി നമുക്കൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. ന കർമ്മണ ന പ്രജയാ ധനേന ത്യാഗേനൈകേ അമൃതത്വമാനശുഹു. കർമ്മം കൊണ്ടോ സത്സന്താനങ്ങളെ കൊണ്ടോ ധനം കൊണ്ടോ ഈ ആത്മാവിനെ സാക്ഷാത്കരിക്കാൻ സാധ്യമല്ല. ആദ്യം പറഞ്ഞത് കർമ്മത്തെയാണ്. കാരണം മനുഷ്യന്റെ ഉള്ളിലൊരു മോഹമുണ്ട്, കർമ്മം കൊണ്ട് എന്തും നേടിയെടുക്കാം. ശരിയാണ്, കർമ്മമണ്ഡലത്തിനകത്ത് പെടുന്നതാണ് ഈ പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തിലുള്ള എന്തിനേയും നമുക്ക്
കർമ്മത്തിലൂടെ നേടിയെടുക്കാം, പുരുഷ പ്രയത്നത്തിലൂടെ സ്വന്തമാക്കാം അല്ലെങ്കിൽ പ്രാപിക്കാം. പക്ഷെ ഈ ആത്മാവ് പ്രപഞ്ചാതീതമായ സത്യമാണ്. അതുകൊണ്ട് അത് കർമ്മത്തിന്റെ പിടിയിൽ പെടില്ല എന്ന്. എത്ര ശ്രേഷ്ഠമായ കർമ്മം കൊണ്ടും ആത്മാവിനെ നേരിട്ട് പിടിച്ചെടുക്കാൻ സാധ്യമല്ല. അപ്പൊ അത് പ്രപഞ്ചത്തിന്റെ ഉള്ളിൽ ഇല്ല എന്ന് വിചാരിക്കരുത്. പ്രപഞ്ചത്തിന്റെ അകത്തും പുറത്തും അത് വ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് പ്രപഞ്ചമായി കാണപ്പെടുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മുറിയുടെ അകത്തും പുറത്തും ആകാശമുണ്ട് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മുറി ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആകാശം മുറിയുടെ രൂപത്തിൽ കാണും. ആ മുറി എന്നുള്ളത് വെറും ഭ്രമമാണ്, മുയർച്ചി കെട്ട നിലയാണ്. എന്ന് പറഞ്ഞാൽ മുയർച്ചി, പരിശ്രമം അവസാനിക്കുന്ന അല്ലെങ്കിൽ പരിശ്രമത്തിന് പ്രാധാന്യമില്ലാത്ത ഒരു തലമാണ് ആത്മതലം. അവിടെ പരിശ്രമം ഇല്ലാത്തത് എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? പരിശ്രമം എപ്പോഴാണ് നമ്മൾ ചെയ്യുന്നത്? ഉള്ളിൽ അഹന്ത ഉണ്ടായിരിക്കുമ്പോൾ, ഞാൻ എന്നുള്ള ഭാവം ഉള്ളപ്പോഴാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്. ഏത് കർമ്മവും തുടങ്ങുന്നതിന് മുമ്പ് കർമ്മം ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവട്ടെ. ആ ആഗ്രഹം ആർക്കുണ്ടാകുന്നു? അയാളാണ് കർത്താവ്. കർമ്മം ആരുടെ ഉള്ളിൽ കർമ്മം ചെയ്യാനുള്ള ആഗ്രഹം ഉദിക്കുന്നുവോ അയാളാണ് പിന്നീട് കർത്തൃത്വം ഉള്ളവനായി തീരുന്നത്. ചെയ്യുമ്പോൾ മാത്രമേ കർത്തൃത്വം ഉള്ളൂ. കർമ്മം തുടങ്ങുന്നതിന് മുമ്പ് കർത്തൃത്വമില്ല. പക്ഷെ ഒരാളുടെ ഉള്ളിൽ, ഒരു ജീവന്റെ ഉള്ളിലാണല്ലോ ഈ ആഗ്രഹം ഉണ്ടാകുന്നത്. എന്ത് ചെയ്യണം, നേടണം, അനുഭവിക്കണം. ആ ആഗ്രഹം ആണ് കർത്തൃത്വത്തിലേക്ക് നയിക്കുന്നത്. ഈ ആത്മാവിൽ കർത്തൃത്വവും ഇല്ല, കർമ്മവും ഇല്ല. മുയർച്ചികെട്ട ആനന്ദാതീതത്തെ, ആനന്ദ അതീതം എന്നാണ് അതിനെ പറയുന്നത്. ആനന്ദത്തിനും അപ്പുറത്തുള്ള സ്ഥിതി. എന്തുകൊണ്ട് ആനന്ദത്തിനും അപ്പുറം എന്ന് പറഞ്ഞു? ആനന്ദം എന്ന് പറഞ്ഞാൽ അത് ആനന്ദമാണെന്ന് പറയാൻ ഒരാൾ ഉണ്ടാവണം. അപ്പോഴല്ലേ അത് ആനന്ദ നില എന്ന് പറയുക. അത് ആനന്ദമാണെന്ന് രേഖപ്പെടുത്താൻ തന്നെ ഒരു ജീവഭാവം ഇല്ലെങ്കിൽ അത് ആനന്ദത്തിന് അതീതമായ തലമല്ലേ? അതുകൊണ്ടാണ് ആനന്ദ അതീതത്തെ, ആനന്ദത്തിനും അപ്പുറത്തുള്ളത്, അതിനെ ആനന്ദമാണെന്ന് രേഖപ്പെടുത്താൻ മറ്റാരുമില്ല. അതെന്താണപ്പോ അത്? ഒന്ന് ആനന്ദമാണ്, സുഖമാണ് എന്ന് പറയാൻ പറ്റാത്ത ഒരു സ്ഥിതി. എവിടെയാ ആനന്ദം രേഖപ്പെടുത്തപ്പെടാതെ പോകുന്നത്? ആനന്ദം ആനന്ദമായി നിൽക്കുമ്പോൾ. അതിൽ വേറൊന്ന് കലരുമ്പോഴാണ് ആ മറ്റൊന്നാണ് ഇത് ആനന്ദം എന്ന് രേഖപ്പെടുത്തുന്നത്. കേവലമായ ആനന്ദത്തിൽ അത് ആനന്ദം എന്ന് പറയാൻ ആരുമില്ല. ശുദ്ധ ബ്രഹ്മം എന്നർത്ഥം. അപ്പൊ ആനന്ദത്തിന്റെ പാരമ്യത അതിനെ മാറി നിന്ന് അനുഭവിക്കുമ്പോഴല്ല, അനുഭവിക്കുന്നവൻ ആനന്ദമായി മാറുമ്പോഴാണ്. അതാണ് ആനന്ദ അതീതത്തെ എന്ന് പറഞ്ഞത്. ഒരു ആനന്ദാതീതമായ നിലയിൽ ആണവരാം, ആണവം എന്ന് പറഞ്ഞാൽ അഹങ്കാരം, ആണവരാം എന്ന് പറഞ്ഞാൽ സാധാരണ ജീവന്മാർ അഹങ്കാരത്തോടു കൂടിയാണല്ലോ നിൽക്കുന്നത്. എല്ലാവരുടെയും ഉള്ളിൽ ഞാൻ എന്നൊരു ഭാവമുണ്ട്. കുട്ടിയായാലും സ്ത്രീ ആയാലും പുരുഷനായാലും വൃദ്ധനായാലും നല്ലവനായാലും മോശപ്പെട്ടവനായാലും എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. ആ ജീവഭാവം ഉള്ളവരുടെ ഉള്ളിൽ ഈ അഹങ്കാരം എത്ര കണ്ട് വ്യക്തവും ശക്തവുമാണോ അതുപോലെ ആത്മാനുഭവം വ്യക്തവും ശക്തവും ആകണം. നമുക്ക് സംശയമില്ലാതെ പറയാൻ പറ്റുന്ന ഒരു കാര്യം ഞാനുണ്ട് എന്നുള്ളത്. ഉറപ്പിച്ച് പറയാം. ഏത് കോടതിയിൽ ചെന്ന് പറയാം ഞാനുണ്ട്. ഉറക്കത്തിൽ ഞാനുണ്ട് എന്ന് ആ സമയത്ത് അനുഭവിക്കുന്നില്ല. ഉണർന്നെഴുന്നേറ്റയാള് പറയുന്നത് ഞാൻ സുഖമായി ഉറങ്ങിയെന്നാണ്. ആ ഉറക്കത്തിലെ അനുഭവത്തെ ഓർമ്മിക്കുന്നവയാണ്. ആ ഓർമ്മ എന്നുള്ളത് താൻ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. അപ്പൊ ഞാൻ ഇല്ലാത്ത ഒരനുഭവവും നമുക്കില്ല. ഉറക്കത്തിൽ ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉറക്കത്തിൽ ഞാൻ ഉണ്ടെന്ന് അനുഭവിക്കാതിരിക്കാൻ കാരണം ആ അനുഭവിക്കേണ്ട ബുദ്ധി എന്നുള്ള മാധ്യമം പോലും ലയിച്ചുപോയി. അതുകൊണ്ട് ഉറക്ക സമയത്ത് ഞാൻ ഉണ്ടെന്ന് അറിയുന്നില്ല. പക്ഷെ എഴുന്നേറ്റ് വന്ന ഒരാൾ ഓർമ്മിക്കുന്നുണ്ടല്ലോ, അപ്പൊ താൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാവുന്നില്ലേ? എന്റെ ഉറക്കത്തിൽ ഞാനല്ലാതെ പിന്നെ വേറെ ആരാ ഉണ്ടാവുക? ഉറക്കമെന്നുള്ളത് ജാഗ്രതത്തിനെയും സ്വപ്നത്തിനെയും പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഗാഠമായ ഒരു അനുഭവമാണ്. ആ ഉറക്കത്തിൽ ഞാനില്ല എന്ന് ആരെങ്കിലും പറയുമോ? പിന്നെ ആരാ ഉറങ്ങിയത്? നല്ല സുഖമായിരുന്നു എന്ന് എണീറ്റു എന്ന് പറയുന്നുണ്ടല്ലോ. ആരാ ആ സുഖത്തെ അനുഭവിച്ചത്? ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നുണ്ടല്ലോ. ആ അനുഭവം ആർക്ക്? ഇതിനൊക്കെ മറുപടി പറയണം. എന്നിട്ട് വേണം ഞാൻ
ഉറക്കത്തിൽ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയാം. ഗംഭീരമായ അനുഭവമാണ് ഉറക്കം. അതിന് സാക്ഷിയായി ഒന്നുണ്ട്, അതാണ് യഥാർത്ഥ ഞാൻ. ആ യഥാർത്ഥ ഞാനായിരിക്കുന്ന ആത്മാവിന്റെ പുറത്ത് ആരോപിക്കപ്പെട്ടതാണ് വ്യക്തിത്വം. ഉറക്കത്തിൽ നാം നമ്മുടെ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുകയാണ്. സ്വരൂപത്തിൽ സ്ഥിതി ചെയ്താലും സ്വരൂപത്തെക്കുറിച്ചുള്ള അറിവുണ്ടാവുന്നില്ലല്ലോ എന്നൊരു സംശയം നിങ്ങൾക്ക് തോന്നാം. അതിന് കാരണം അജ്ഞാനത്തിന്റെ ഒരു ആവരണമുണ്ട് ഉറക്കത്തിൽ. ഞാൻ മാത്രമായിട്ടാണ് കഴിഞ്ഞിരുന്നത്, മറ്റൊന്നുമില്ല. എല്ലാ ദ്വൈതങ്ങളും തുടച്ചു നീക്കപ്പെട്ടു. ബോധപൂർവമല്ല, എല്ലാ ദ്വൈതങ്ങളും അകന്നുപോയി. ഞാൻ മാത്രമേ ഉള്ളൂ. പക്ഷേ അപ്പോഴും അതിന്റെ സ്വരൂപം വ്യക്തമാവുന്നില്ല. അതിന് കാരണം ഉറക്കത്തിൽ ആ സ്വരൂപത്തെ മറയ്ക്കുന്ന ഒരു മറയുണ്ട്. അതുകൊണ്ടാണ് അവിടെ അറിവ് പ്രകാശിക്കാത്തത്. അതിനെയാണ് അവിദ്യ അല്ലെങ്കിൽ അജ്ഞാനം എന്ന് പറയുന്നത്. ആ അജ്ഞാനത്തെ ഉറക്കത്തിൽ നീക്കാൻ സാധ്യമല്ല, നശിപ്പിക്കാൻ സാധ്യമല്ല. അത് ജാഗ്രത്തിൽ ബോധപൂർവമായി നേടിയെടുക്കണം. അതുകൊണ്ട് നമ്മുടെ സാധനങ്ങളൊക്കെ ജാഗ്രത്തിലാണ്. ജാഗ്രത്തിലുള്ള ആ സംസ്കാരം കാരണം അത് സ്വപ്നത്തിലേക്കും വ്യാപിച്ചു എന്ന് വരാം. സ്വപ്നത്തിലും മന്ത്രം ജപിക്കുന്നതായിട്ടും ധ്യാനിക്കുന്നതായിട്ടും ഒക്കെ സ്വപ്നം കാണാമല്ലോ. പക്ഷേ സുഷുപ്തിയിൽ ഒന്നും സാധ്യമല്ല. വ്യക്തിത്വം തന്നെ ലയിച്ചു കിടക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അഹങ്കാരമുള്ളവൻ അല്ലെങ്കിൽ ഉള്ളവർ അവരുടെ അഹങ്കാരത്തിൽ എങ്ങനെ ഉറച്ചു സ്ഥിതി ചെയ്യുന്നുവോ, താനൊരു വ്യക്തിയാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നുവോ അനുഭവിക്കുന്നുവോ, അതുപോലെ ആഗമവും താൻ നന്ദിനാർക്ക് സമൻ. ആഗമശാസ്ത്ര പ്രകാരമുള്ള ജീവിതം, ആഗമം എന്ന് പറഞ്ഞാൽ ഇവിടെ ശൈവാഗമങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. ആ ശിവാഗമ ശാസ്ത്രങ്ങൾ അത് പ്രകാരം ജീവിക്കുന്നയാൾ എന്ന് പറഞ്ഞാൽ വേദാന്തി എന്നർത്ഥം. വേദാന്തത്തിനും ഈ ശൈവാഗമത്തിനും വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവര് പശു, പതി, പാശം എന്ന് മൂന്നെണ്ണത്തിന് അംഗീകരിക്കുന്നു. അവസാനം പാശത്തെ മുറിച്ച് കളഞ്ഞിട്ട് പശു പതിയോടുകൂടെ ചേരുന്നു. അതാണ് മോക്ഷം എന്നാണ്. അദ്വൈതവുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെ. ചില അംശങ്ങളിൽ മാത്രം ചെറിയ വ്യത്യാസം ഉണ്ടാവാം. മിക്കവാറും അംശത്തിൽ പൊരുത്തമാണുള്ളത്. അപ്പൊ ആഗമശാസ്ത്ര പ്രകാരമുള്ള ജീവിതം താൻ നന്ദിനാർക്ക് സമൻ. ജീവബോധം നഷ്ടമായവർക്ക് ആ ആനന്ദം അനുഭവമാകും. എന്ന് പറഞ്ഞാൽ എന്താ? മായാഭ്രമം അകന്ന, പ്രപഞ്ചം സത്യമാണെന്ന ഭ്രമം അകന്ന. മായാഭ്രമം എന്ന് പറഞ്ഞാൽ എന്താ? പ്രപഞ്ചവും തൻ്റെ ശരീരവും സത്യമാണ്, ഇവിടെ നടക്കുന്നതൊക്കെ വാസ്തവത്തിലുള്ളതാണ് എന്ന് കരുതുന്നതാണ് മായാഭ്രമം. അത് അകലുക എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചവും അതിലെ വ്യവഹാരവും തൻ്റെ ശരീരവും എല്ലാം ഭ്രമമാണ് എന്നറിയുന്നതാണ് വേദാന്ത വാഴ്വ്, വേദാന്ത ജീവിതം. ജീവഭാവം ബ്രഹ്മത്തിൽ ലയിച്ച് ആനന്ദാനുഭൂതി അനുഭവിക്കുന്നതാണ് ആഗമശാസ്ത്രത്തിന്റെ മാർഗം. രണ്ടും ഒന്ന് തന്നെ. ചുരുക്കം, ശുദ്ധ വേദാന്തികൾ അനുഭവിക്കുന്ന ആനന്ദം തന്നെയാണ് ശൈവാഗമത്തിലൂടെ മോക്ഷം പ്രാപിക്കുന്ന ഒരു ശിവയോഗിയും അനുഭവിക്കുന്നത്. വ്യത്യാസമൊന്നുമില്ല. അതാണ് രണ്ട്. സമൻ എന്ന് പറഞ്ഞാൽ സമം എന്നർത്ഥം. രണ്ടും തുല്യം. വേദാന്തിയുടെ ജീവിതവും ആനന്ദത്തിനും അപ്പുറത്ത് ആ പരിശ്രമമൊക്കെ അകന്ന തലത്തിൽ എത്തുന്ന ശിവയോഗിയും അനുഭവിക്കുന്ന അനുഭവം, അവർക്ക് കിട്ടുന്ന അനുഭവം തുല്യം. വ്യത്യാസമൊന്നും ഇല്ല എന്നർത്ഥം. ഉള്ള കയറിൽ ഇല്ലാത്ത സർപ്പവും ഉള്ള കുറ്റിയിൽ ഇല്ലാത്ത കള്ളനും തോന്നുന്നത് പരമാർത്ഥ ബോധത്തെ ഭ്രമം മറയ്ക്കുമ്പോഴാണല്ലോ. കുറ്റിയിലെ പുരുഷൻ സ്ഥാനപുരുഷൻ എന്ന് പറയും. അല്ലെങ്കിൽ ഒരു കുറ്റിയെ ഇരുട്ടിൽ കള്ളനാണെന്ന് തെറ്റിദ്ധരിക്കുക. പുരുഷനാണെന്ന് വിചാരിച്ചാൽ ഭയം ഉണ്ടാവണമെന്നില്ല, പക്ഷെ കള്ളനാണെന്ന് വിചാരിച്ചാൽ ഭയം ഉണ്ടാവും. ഭൂതമോ പ്രേതമോ ആണെന്ന് വിചാരിച്ചാൽ ഭയം ഉണ്ടാവും. അപ്പൊ അവിടെയൊക്കെ എന്താ? ഉള്ളതിനെ അറിയാതെ ഇല്ലാത്ത ഒന്നിനെ ആ ഉള്ളതിൽ ആരോപിച്ച് ഭ്രമിക്കുന്നു, ദുഃഖിക്കുന്നു. അപ്പൊ പരമാർത്ഥ ബോധത്തെ ഭ്രമം മറയ്ക്കുമ്പോഴാണ് ഈ തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത്. ആ ഭ്രമം അകന്ന് യഥാർത്ഥ ബ്രഹ്മാവസ്ഥിതിയാണ് ശരിയെന്ന് വേദാന്തം ഘോഷിക്കുന്നു. പ്രപഞ്ചം ജീവന്റെ ഭ്രമമാണ്, ഇത് വാസ്തവമല്ല. ജീവഭാവവും അതുപോലെ ഭ്രമമാണ്. യഥാർത്ഥത്തിൽ പരമാത്മാവ് മാത്രമേ ഇവിടെ ഉള്ളൂ. ഇതാണ് വേദാന്ത സിദ്ധാന്തം. ആഗമം അല്ലെങ്കിൽ സിദ്ധാന്തപക്ഷം എന്ന് പറഞ്ഞാൽ ശൈവാഗമങ്ങളുടെ സിദ്ധാന്തം
എന്തെന്നാൽ ജീവബോധ ചലനമറ്റ് ആനന്ദാതീത നില കൈക്കൊള്ളുന്നതാണ് ശ്രേഷ്ഠമെന്നും ആയത് അമുഖ്യാഹങ്കാര സഹിതനായി ദ്വൈതമിരിക്കവേ അദ്വൈതാവസ്ഥിതി കൈക്കൊള്ളുക എന്നുമാണ്. അഹങ്കാരം ഒരു നിഴല് പോലെ ഉള്ളിലുണ്ടാവും. അഹങ്കാര നാശം എന്നതുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെടുന്നു എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഞാൻ എന്നുള്ള ഭാവം ഇല്ലാതെ കല്ലോ മണ്ണോ പോലെ പാറയോ പോലെ അങ്ങനെ സ്ഥിതി ചെയ്യുന്നു എന്നല്ല. നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അവരവരുടെ ഉള്ളിലുള്ള ഞാനിനാണ്. അത് വെറും നിഴലാണ്. ഞാൻ യഥാർത്ഥത്തിൽ ആത്മാവാണ് എന്നുള്ള അറിവിന് മുഖ്യത്വം കൊടുക്കുമ്പോൾ മുക്തനായി. ആ ഉറപ്പ് വരണം. തെറ്റായ ധാരണ നീങ്ങി ശരിയായ ധാരണ ഉണ്ടാവണം. അമുഖ്യാഹങ്കാര സഹിതനായി എന്ന് പറഞ്ഞാൽ മുഖ്യമായ അഹങ്കാരം അവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ അതൊരു നിഴലിന്റെ ഭാവത്തിൽ പുറന്തള്ളപ്പെട്ടു. നിഴലിനെ ആരും വസ്തുവാണെന്ന് കരുതില്ല. പക്ഷേ ഉള്ള ഒന്നിൻ്റെയാണ് ആ നിഴൽ. ഒരു വസ്തുവിന്റെ ആണല്ലോ നിഴൽ. നിഴൽ വസ്തുവല്ല. ഇതുപോലെ ആത്മാവ് മാത്രമേ യഥാർത്ഥത്തിലുള്ളൂ. അതിൻ്റെ ബുദ്ധിയിലുള്ള പ്രതിഫലനമാണ് ഈ അഹങ്കാരം. അതിൽ കഴമ്പില്ല എന്ന് മനസ്സിലാക്കുന്നതാണ് അറിവ് അല്ലെങ്കിൽ ജ്ഞാനം. അപ്പൊ ദ്വൈതം ഇരിക്കവേ അദ്വൈതാവസ്ഥിതി കൈക്കൊള്ളുക. ഞാൻ എന്നുള്ളത് നിഴൽ രൂപത്തിൽ ഇരിക്കുമ്പോഴും ഉള്ളിൽ അദ്വൈതമാണ്. അതെങ്ങനെ? ഒരു വസ്തുവും നിഴലും രണ്ടും രണ്ടാണല്ലോ. പ്രഥമ ദൃഷ്ടിയാ നോക്കുമ്പോൾ ഒരു വസ്തുവും വസ്തുവിന്റെ നിഴലും രണ്ടുണ്ടോ? വസ്തുവിന്റെയാണ് നിഴൽ. നിഴൽ അവസ്തുവാണ്. ഏതിൻ്റെയാണോ ആ നിഴൽ അത് വസ്തുവാണ്, യഥാർത്ഥമാണ്. അപ്പൊ രണ്ട് കണ്ടാലും ഒന്ന് മിഥ്യ, മറ്റേത് സത്യം. ഇതുപോലെ ബോധത്തെയും ഇയാൾ സാക്ഷാത്കരിച്ചു. അഹങ്കാരം ഉള്ളിൽ നിഴൽ രൂപത്തിൽ പ്രകാശിക്കുന്നുണ്ട്. അയാൾ അദ്വൈതിയാണ്. കാരണം ബോധത്തിന്റെ വെറും പ്രതിഫലനം, ബുദ്ധിയിലുള്ള ഒരു നിഴൽ മാത്രമാണ് ഈ അഹങ്കാരം. അതിൽ കവിഞ്ഞ് അതിനൊരു വസ്തുസത്തയില്ല. അപ്പൊ അദ്ദേഹം ദ്വൈതാവസ്ഥിതൻ, ദ്വൈതത്തിൽ സ്ഥിതി ചെയ്യുന്നവനാണെങ്കിലും യഥാർത്ഥത്തിൽ അദ്വൈതത്തിലാണ് അദ്ദേഹത്തിന്റെ നില. ദ്വൈതമിരിക്കവേ അദ്വൈതാവസ്ഥിതി കൈക്കൊള്ളുക എന്നുമാണ്. ആരണ ആഗമങ്ങളായ ആരണ്യകങ്ങൾ, കാട്ടിലുണ്ടായവ എന്നൊക്കെയാണ് പറയുന്നത്. ഈ ശാസ്ത്രങ്ങൾ, അധ്യാത്മശാസ്ത്രം ആവിർഭവിച്ചതും വികാസം പ്രാപിച്ചതും കാട്ടിലാണ്. പക്ഷേ അതിൻ്റെ പ്രായോഗികത നഗരങ്ങളിലും നാട്ടിലുമാണ്. ഇത് പരസ്പര വിരുദ്ധമായി നിങ്ങൾക്ക് തോന്നുന്നില്ലേ? കാട്ടിലുള്ളവർ കണ്ടെത്തിയ ഒരു ശാസ്ത്രത്തിന്റെ പ്രായോഗികത, അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ നാട്ടിലാണ്. കാട്ടിൽ വേദാന്തത്തിന്റെ ആവശ്യമില്ല. നമ്മുടെ വ്യവഹാര രംഗത്ത് ഇന്ദ്രിയ മനസ്സുകൾ നമ്മെ വലിച്ചുകൊണ്ട് ഓടാതെ ഇരിക്കാൻ ആണ് ഈ വേദാന്ത ശാസ്ത്രം പ്രയോജനപ്പെടേണ്ടത്. കാട്ടില് പിടിച്ചുവലി തന്നെ ഇല്ലല്ലോ. കുറെ പക്ഷികൾ, മൃഗങ്ങൾ, മരങ്ങൾ, കുറെ പുല്ലും കാടും പാറയും നദിയും, ഇതല്ലാതെ എന്താ ഉള്ളത്? അതൊന്നും ഈ നഗര ജീവിതത്തിൽ പലതും മനുഷ്യനെ ആകർഷിക്കുന്നത് പോലെ ഇവ ആകർഷിക്കാറില്ല. നമ്മൾ പ്രകൃതി ഭംഗി ആസ്വദിക്കും, കുറച്ചു നേരം കാണും, അതിൽ നിന്ന് നമ്മൾ പിൻവാങ്ങും, അത്രയേ ഉള്ളൂ. നഗര ജീവിതമാണ് മനുഷ്യന്റെ മനസ്സിന്റെ താളം തെറ്റിക്കുന്നത്. അപ്പോൾ ഈ അധ്യാത്മശാസ്ത്രം ആരണ്യകങ്ങളാണ്, അരണ്യത്തിലുണ്ടായതാണ്, കാട്ടിലുണ്ടായതാണ്. പക്ഷേ അതിന്റെ പ്രായോഗികത കാട്ടിലല്ല, നാട്ടിലാണ്. ചക്രവർത്തിമാരാണ് വലിയ വേദാന്തികളായി തീർന്നിട്ടുള്ളത്. ജനകനെ പോലെ, ഋഷഭനെ പോലെ. ചക്രവർത്തികൾക്കാണ് വാസ്തവത്തിൽ ഈ അദ്വൈതം അല്ലെങ്കിൽ ഈ അധ്യാത്മശാസ്ത്രം ആവശ്യമായിട്ടിരിക്കുന്നത്. കുടുംബികൾക്കില്ലേ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു 4, 5, 6 അംഗങ്ങൾ, ചെറിയ ഒരു ഗ്രൂപ്പാണ്. അതുപോലെയല്ല രാജാവിന്റെ രാജ്യം, പ്രജകൾ എന്ന് പറയുന്നത്. മഹാകുടുംബത്തിന്റെ അധിപനാണ് ചക്രവർത്തി അല്ലെങ്കിൽ രാജാവ്. അപ്പൊ അവർക്കാണ് ശരിക്ക് വേദാന്തം ആവശ്യമായിട്ടുള്ളത്. കാരണം പല പല പ്രശ്നങ്ങളും അദ്ദേഹത്തിന്റെ മുമ്പിൽ വരും. അതൊക്കെ സമചിത്തതയോടുകൂടി പരിഹരിക്കണം. അപ്പൊ ആ വേദാന്തത്തിന് കൂടുതൽ പ്രായോഗികത വ്യാപകമായ തലത്തിലാണ്. ഭരണാധിപന്മാർക്കാണ് ഈ വേദാന്തം കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയോജനം. അതുകൊണ്ടാണ് ഇതിനെ രാജവിദ്യ എന്ന് പറയുന്നത്. രാജവിദ്യ, രാജഗുഹ്യം, പവിത്രമിതമുത്തമം. ഭഗവത്ഗീത തന്നെ ഇതിനെ രാജവിദ്യ എന്നാണ് പറയുന്നത്. രണ്ടർത്ഥമുണ്ട്. രാജാക്കന്മാർ ശീലിച്ചിരുന്ന വിദ്യ എന്നും വിദ്യകളുടെ എല്ലാം രാജാവ് എന്നും അർത്ഥം പറയും. അതാണ് രാജവിദ്യ. രാജഗുഹ്യം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ രഹസ്യം. അതെന്താ? മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാത്തത് കൊണ്ട് ഇത് രഹസ്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇത് എത്ര പഠിപ്പിച്ചു കൊടുത്താലും ഇത് രഹസ്യമാണ്. ഗൂഢം എന്ന് പറഞ്ഞാൽ
പിടികിട്ടില്ല. പിടികിട്ടാത്തത് നമുക്കറിയാത്തതിനെയാണല്ലോ നമ്മൾ രഹസ്യം രഹസ്യം എന്ന് പറയുന്നത്. ഇത് എത്ര പറഞ്ഞാലും എത്ര കേട്ടാലും ഇതിനെക്കുറിച്ച് ഒരു നേരിയ ആശയം പോലും മനുഷ്യന്റെ ഉള്ളിൽ കടക്കാത്തത് കൊണ്ട് ഇത് അതിനിഗൂഢമാണ്, രാജഗുഹ്യമാണ്. ഗുഹ്യം എന്നുള്ളതിന് രഹസ്യം എന്നാണ് അർത്ഥം. പക്ഷെ പവിത്രമാണ്, ഉത്തമവുമാണ്. രാജവിദ്യ രാജഗുഹ്യം പവിത്രമിതം ഉത്തമം. ഇതിന്റെ അടുത്ത വരി എന്താണ്? പ്രത്യക്ഷാവഗമം ധർമ്മ്യം. ഇത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സാക്ഷാത്കരിക്കാൻ പറ്റുന്നതാണ്. പ്രത്യക്ഷാവഗമം, പ്രത്യക്ഷമായി സാക്ഷാത്കരിക്കാം ഈ അധ്യാത്മശാസ്ത്രത്തിൽ പറയപ്പെട്ടിട്ടുള്ള സത്യത്തെ. ധർമ്മ്യം, ഇതാണ് ഏറ്റവും വലിയ ധർമ്മം. ആത്മസാക്ഷാത്കാരത്തെ കവിഞ്ഞ ഒരു ധർമ്മമില്ല ഇവിടെ. നമ്മുടെ ധർമാനുഷ്ഠാനങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഏറ്റവും വലിയ ധർമ്മം അവനവന്റെ സ്വരൂപത്തെ സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ്. അതിന് താഴെ നിൽക്കൂ മറ്റുള്ള ധർമാചരണങ്ങളൊക്കെ. പ്രത്യക്ഷാവഗമം ധർമ്മ്യം. പിന്നെ പ്രത്യക്ഷാവഗമം ധർമ്മ്യം മറന്നുപോകും. ആരണ ആഗമങ്ങളായ ഈ രണ്ട് പക്ഷങ്ങളും, അവിടെ ആരണം എന്നുള്ളത് വേദാന്ത ശാസ്ത്രത്തെയും ആഗമം എന്നുള്ളത് ശൈവാഗമത്തെയും സൂചിപ്പിക്കുന്നു. ഇത് രണ്ടും ഒരേ സത്യത്തെ തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. ഈ രണ്ട് പക്ഷങ്ങളും ജീവബോധമറ്റയിടത്ത് സമനില പ്രാപിക്കുന്നുവെന്നും അഹങ്കാരത്തിന്റെ തലത്തിലാണ് ഈ വ്യത്യാസങ്ങളൊക്കെ. ഷഡ്ദർശനങ്ങൾ ഓരോന്നിനും ഇന്ന വ്യത്യാസമുണ്ട് എന്ന് തീരുമാനിക്കുന്നത് ജീവനാണ്. ആ ജീവബോധം തന്നെ ഒടുങ്ങുമ്പോ ഒരു ഭേദവുമില്ല, ഒറ്റ ദർശനം. ജീവബോധം മറ്റേയിടത്ത് സമനില പ്രാപിക്കുന്നുവെന്നും അപ്പോൾ അവയ്ക്ക് തമ്മിൽ അശേഷം വ്യത്യാസമില്ലെന്നുമാണ് അഭിപ്രായപ്പെടുന്നത്. ചുരുക്കത്തിൽ ദ്വൈതമുണ്ടായിട്ടില്ലെന്ന് വേദാന്തവും ദ്വൈതത്തിലൂടെ അദ്വൈതം ദർശിച്ച് ദ്വൈതമിരിക്കവേ അദ്വൈതാമൃതം ഉണ്ണണമെന്ന് സിദ്ധാന്തവും ശാസിക്കുന്നു. വേദാന്തി പറയുന്നത് എന്താ? ഇവിടെ ദ്വൈതം ഉണ്ടായിട്ടേ ഇല്ലെന്ന്. ശൈവാഗമങ്ങൾ ആ ഒരു അഭിപ്രായത്തോട് പൂർണ്ണമായി യോജിക്കുന്നില്ല. അവർ ദ്വൈതത്തെ അംഗീകരിക്കുന്നു. ദ്വൈതത്തെ അല്ല, ത്രിപുടിയെയാണ് അവർ അംഗീകരിക്കുന്നത്. പശു, പതി, പാശം, 3 അടിസ്ഥാന തത്വങ്ങളെയാണ് അവർ ആശ്രയിക്കുന്നത്. പക്ഷേ അന്തിമഘട്ടത്തിൽ ഇതെല്ലാം ഒന്നായിത്തീരുന്നു. ദ്വൈതത്തിലൂടെ അദ്വൈതം ദർശിക്കണം. ദ്വൈതമിരിക്കവേ അദ്വൈത അമൃതം ഉണ്ണണം. ദ്വൈതമിരിക്കവേ അദ്വൈതമായ സത്യത്തിന്റെ അമൃത് നുകരണം. ഇതാണ് ശൈവാഗമങ്ങൾ ഉദ്ഘോഷിക്കുന്ന സിദ്ധാന്തം. അദ്വൈത സിദ്ധിയായ മോക്ഷമാണ് രണ്ടിന്റെയും ലക്ഷ്യം എന്ന് സാരം. ഇവർ പറയുന്ന മോക്ഷത്തിലും അവരുടെ സിദ്ധാന്ത പ്രകാരമുള്ള ത്രിപുടിയില്ല. പശുവുമില്ല, പാശവുമില്ല, പതി മാത്രമേ ഉള്ളൂ. അദ്വൈതികളിൽ പ്രപഞ്ചം മിഥ്യയാണ്, ജീവൻ മിഥ്യയാണെന്ന് പറയുന്നു. അദ്വൈതമായ സത്യം ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. അപ്പോ ആ അവസാന ഘട്ടത്തിൽ ഇവരുടെ അഭിപ്രായങ്ങൾക്ക് തമ്മിൽ യോജിപ്പുണ്ട്. അവിടെ പൊരുത്തക്കേടൊന്നുമില്ല. എല്ലായിടത്തും ഈ സാക്ഷാത്കാര വേളയിൽ അഭിപ്രായ വ്യത്യാസമേയില്ല. അതിനു മുമ്പാണ് ഈ തർക്കവും വാദവും കോലാഹലവും ഒക്കെ. അതിലത് പറഞ്ഞിരിക്കുന്നു, ഇതിലിത് പറഞ്ഞിരിക്കുന്നു. ഇതിനെ തമ്മിൽ എങ്ങനെ പൊരുത്തപ്പെടുത്തണം? ദ്വൈതികളുണ്ട്, അദ്വൈതികളുണ്ട്, വിശിഷ്ടാദ്വൈതികളുണ്ട്. എത്ര അഭിപ്രായ വ്യത്യാസങ്ങളാണുള്ളത്. പക്ഷേ സത്യത്തെ സാക്ഷാത്കരിക്കുന്ന വേളയിൽ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. ജീവന്റെ തലത്തിലാണ്, അഹങ്കാരത്തിന്റെ തലത്തിലാണ് ഈ ഭേദങ്ങളെല്ലാം. അതിനാൽ നിന്റെ ജീവബോധത്തെ സർവവിധേനയും നശിപ്പിക്കലാണ് ഉത്തമകൃത്യം എന്നാണ് എൻ്റെ പ്രത്യേകാഭിപ്രായം. എൻ്റെ എന്ന് പറഞ്ഞാൽ കണ്ണുടയ വള്ളലാർ സ്വാമികളുടെ. നന്ദിനാർ എന്ന് പറഞ്ഞാൽ താൻ നന്ദിനാർക്ക്, നന്ദിനാർ എന്ന് പറഞ്ഞാൽ ജീവബോധം നഷ്ടപ്പെട്ടവർക്ക് എന്നാണ്. നന്ദി എന്നുള്ള തമിഴ് വാക്കിന് ശിവൻ എന്നാണ് അർത്ഥം. നന്ദി മകന്തനെ ஞானம் കൊഴുന്തിനെ പുന്തിയിൽ വൈത്തടി പോറ്റുകിன்றേനെ. ഗണപതി സ്തുതിയാണ്. 5 കരത്തനെ, 5 കൈകളുള്ളവൻ. ആര്? ഗണപതി. 2 കാലും 2 കൈയും. ആനയുടേതാകുമ്പോൾ ആനയുടെ 4 കാലിനെ നമുക്ക് കൈയായിട്ട് പറയാം. 5ാമത്തെ കൈ തുമ്പിക്കൈ. അപ്പൊ 5 കൈയുള്ളവൻ. ജ്ഞാന കൊഴുന്തിനെ, ജ്ഞാന ദീപമായി, ജ്ഞാന ജ്വാലയായി പ്രകാശിക്കുന്നവനാണ് ഗണേശൻ, ഗണപതി. നന്ദി 5 കരത്തിനെ, യാനൈ മുഖത്തനെ. ഇന്ദിൻ ഇളം പിറൈ. ഇന്ത് എന്ന് പറഞ്ഞാൽ ഇന്ദു, ചന്ദ്രൻ. ഇന്ദിൻ ഇളം പിറൈ, ചന്ദ്രക്കല പോലെ, ചന്ദ്രന്റെ ചെറിയ കല പോലെ. ഇന്ദിൻ ഇളം പിറൈ പോലും എയ്ട്രനെ. ഈ ഗണപതിയും ശിരസില് ചന്ദ്രക്കല ചൂടിയിട്ടുണ്ടെന്നാണ്. അങ്ങനെയുള്ള ഒരു ഭാവമുണ്ട്. ശിവൻ മാത്രമല്ല, ഗണപതിയും ചന്ദ്രക്കല ചൂടിയ ഗണപതിയുണ്ട്. നന്ദി മകൻ തന്നെ,
ശിവന്റെ മകനായ ഗണപതി. നന്ദി മകന്തനെ ഞാൻ ஐந்து கருத்தனை யானை முகத்தனை ഗജമുഖൻ ഇന്ത്യൻ ഇളംപിറൈ പോലും ഏത്രനെ നന്ദി മകന്തനെ ജ്ഞാനക്കൊഴുന്തിനെ ജ്ഞാന പ്രകാശമായി സ്ഥിതി ചെയ്യുന്നവൻ. പുന്തിയിൽ വൈത്ത്, പുന്തി എന്ന് പറഞ്ഞാൽ നെഞ്ച്, ഹൃദയം എന്നാണ് അർത്ഥം. ആ ഹൃദയത്തിൽ വെച്ച് അടി പോറ്റുഹിന്ദേനെ, ആ ദേവന്റെ പാദങ്ങളെ ഞാൻ സ്തുതിക്കുന്നു, നമസ്കരിക്കുന്നു എന്നർത്ഥം. പ്രശസ്തമായ ഒരു ഗണപതി സ്തുതിയാണ്. അവിടെ നന്ദി എന്നുള്ളതിന് ശിവൻ എന്നാണ് അർത്ഥം. ശിവൻ ആനന്ദ സ്വരൂപനാണ്, ആനന്ദ താണ്ഡവം ശിവനാണ് നടത്തുന്നത്. ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം എല്ലാറ്റിനെയും ഭസ്മമാക്കുന്നത് എന്നാണ്. ഇവിടെ നന്ദി എന്ന് പറഞ്ഞാൽ അതുപോലെ ആനന്ദം അനുഭവിക്കുന്നവർ, ജ്ഞാനികൾ എന്നർത്ഥം. ജ്ഞാനികളുടെ ഉള്ളിൽ അഹങ്കാരമില്ലല്ലോ. അതാണ് നന്ദിനാർക്ക്, ജീവബോധം അഹങ്കാരം നഷ്ടപ്പെട്ടവർക്ക്, ബ്രഹ്മാനന്ദം അനുഭവിക്കുന്നവർക്ക് അവരുടെ ആനന്ദവും വേദാന്തികളുടെ ആ മോക്ഷ സുഖവും ഒന്നു തന്നെ. അടുത്ത പദ്യം വായിക്കാം. ആ ശരിയൈ കഴറ്റി എന്നുള്ള അധികാരം എന്ന് പറഞ്ഞാൽ അധ്യായം തീരുകയാണ്. അവസാനത്തെ പദ്യമാണ്. എന്നാണൈ എന്നാണൈ എന്നാണൈ, മുദ്രാവാക്യം വിളിക്കുന്നത് പോലെ ഇല്ലേ? എന്നാണൈ 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 ഏകം ഇരണ്ടെന്നാമർ சும்மா விருவென்று சொன்னான் திருஞான சம்பந்தன் ശീകാഴി നാടൻ അരുളാളൻ ജ്ഞാന വിനോദൻ. അവസാനമായി എനിക്ക് ഗുരുവിൽ നിന്ന് കിട്ടിയ ഉപദേശം എന്താണെന്ന് പറയട്ടെ എന്ന്. അത് പറയാം, നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കാം. ആ ഗുരുനാഥൻ എന്നോട് ആണയിട്ട് പറഞ്ഞതാണ്. കാരണം ഇതാരും വിശ്വസിക്കില്ല. ഇന്ദ്രിയങ്ങളും മനസ്സും ഒക്കെ കാണിക്കുന്നതിനെ മാത്രം സത്യമെന്ന് കരുതിയാണ് ഈ ലൗകികന്മാർ കഴിയുന്നത്. അവരോട് ഇങ്ങനെ ഒരു മഹത്തായ സത്യമുണ്ട്, പരമമായ ആനന്ദമാണ് അതിൻ്റെ സ്വരൂപം എന്നൊക്കെ പറഞ്ഞാൽ ആര് കേൾക്കാൻ കൂട്ടാക്കുന്നു? അവരിതൊക്കെ കെട്ടുകഥയാണെന്ന് പറഞ്ഞ് തള്ളിക്കളയും. അതുകൊണ്ടെന്താ, സത്യം ചെയ്യുന്നു. ഒരു പ്രാവശ്യമല്ല. നമ്മളിവിടെ അമ്മയാണ്, അച്ഛനാണ്, ദേവിയാണ്, അയ്യപ്പനാണ്, മുരുകനാണ്, ഓരോ ദൈവങ്ങളെയും മാതാപിതാക്കളെയും നിന്നാണ്, എന്നാണ് എന്നൊക്കെ നമ്മൾ സത്യം ചെയ്യാറുണ്ട്. സ്ത്രീകളാണെങ്കിൽ സ്വന്തം കുട്ടികളുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യും. കുട്ടി എന്ന് പറഞ്ഞാൽ ആ ചെയ്യുന്നത് കള്ളസത്യമാണെങ്കിൽ ആരെ ആണയിട്ട് പറഞ്ഞോ അവർക്ക് എന്തെങ്കിലും ദോഷം വരുമെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. ഇപ്പൊ കുട്ടിയുടെ തലയിൽ തൊട്ടുകൊണ്ട് കള്ളസത്യം ചെയ്താൽ ആ കുട്ടിക്ക് അതിൻ്റെതായ ദോഷം വരും. ഏതെങ്കിലും അമ്മ അത് ആഗ്രഹിക്കുവോ? ഇല്ല. അപ്പൊ ആണയിടുന്നത് നമുക്ക് പൂർണ്ണമായി ഇഷ്ടവും വിശ്വാസവും ഒക്കെ ഉള്ള ഒന്നിനെ ചൊല്ലിയാണ് ആണയിടുക. അയ്യപ്പ ഭക്തനാണെങ്കിൽ അയ്യപ്പനാണ് എന്ന് പറയും. ദേവി ഭക്തനാണെങ്കിൽ എന്റെ ദേവിയാണ്, ആറ്റുകാരമ്മയാണ് എന്നൊക്കെ പറയാറില്ലേ? നമുക്ക് ഏറ്റവും വിശ്വാസം ഉള്ള ഒന്നിനെ ചൊല്ലിയാണ് നമ്മൾ ആണയിടുക. ഇവിടെ തന്നെ തന്നെ ആണയിട്ട് പറയുകയാണ്. എന്നാണൈ എന്നാണൈ എന്നാണൈ. അതെന്താ തന്നെ കൊണ്ട് സത്യം ഇടുന്നത്? ഈ താൻ ഈശ്വര സ്വരൂപമാണെന്ന് സാക്ഷാത്കരിച്ചയാളാണ് ഈ കണ്ണുടയ വള്ളല. അപ്പോൾ ഈശ്വരനെ കൊണ്ട് ആണയിടുന്നതിന് പകരം തന്നെ കൊണ്ട് ആണയിടുന്നു. ഒരു പ്രാവശ്യം ആണയിട്ടാൽ മതി. ആ സംശയത്തിന്റെ ലവലേശം പോലും ഈ ശ്രോതാക്കളുടെ ഉള്ളിൽ ഉണ്ടാവരുത് എന്ന് അദ്ദേഹം നിഷ്കർഷിക്കുന്നത് കൊണ്ട് 3 പ്രാവശ്യമാണ് ആ വാക്ക് ആവർത്തിക്കുന്നത്. എന്നാണൈ 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 എന്ന് പറഞ്ഞാൽ ഞാനാണ്, ഞാനാണ്, ഞാനാണ്. ഞാൻ പറയുന്നത് സത്യമാണ്, നിങ്ങൾ സംശയിക്കരുത് ഇതിനെ. ശ്രദ്ധസ്വാനക ശുദ്ധബുദ്ധിരസിജയൻ മാത്രാസ്തുതേ സംശയ. ശങ്കരാചാര്യൻ പ്രൗഢാനുഭൂതിയിലെ ആ അവസാനത്തെ പദ്യത്തിൽ ഇതാണ് പറയുന്നത്. കുഞ്ഞെ, നിന്നോടുള്ള കാരുണ്യം കൊണ്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. നീ ഇതിനെ അവിശ്വസിക്കരുത്. അതിൽ പരം വേറെ എന്ത് പറയാൻ പറ്റും ഒരാചാര്യന്? അതീന്ദ്രിയമായ സത്യത്തെയാണ് പറഞ്ഞു കേൾപ്പിക്കുന്നത്. ഈ ശിഷ്യൻ അതിനെ സംശയിച്ചാലോ? അങ്ങനെ സംശയിച്ച് ആ ശിഷ്യന് ഈ സത്യം നഷ്ടപ്പെട്ടു പോയെങ്കിലോ? അതുണ്ടാവരുത് എന്ന് ആ ആചാര്യൻ പ്രേമപൂർവം വിചാരിക്കുന്നത് കൊണ്ട് സ്വന്തം മകനോട് പറഞ്ഞു കൊടുക്കുന്നത് പോലെയാണ്. പുത്ര, അങ്ക, ദാത എന്നൊക്കെയാണ് വിളിക്കുന്നത്. അതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ? സ്വന്തം രക്തത്തിൽ ജനിച്ച കുട്ടികളെയാണ് നമ്മൾ പുത്രൻ പുത്രി എന്ന് പറയുന്നത്. മറ്റുള്ളവരെയൊക്കെ സ്വന്തം പുത്രനെ പോലെയും പുത്രിയെ പോലെയും ഒക്കെ കാണും എന്ന് പറഞ്ഞാലും ഔരസപുത്രന് തുല്യമായി വേറൊരു പുത്രനോ പുത്രിയോ ഒന്നും വരില്ല. സ്വന്തം പുത്രൻ എന്ന് പറയുമ്പോൾ അതിന് മാറ്റുകൂടും. നീ ശുദ്ധബുദ്ധിയാണെങ്കിൽ
ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ, അത് സത്യമാണെന്ന് സ്വീകരിക്കൂ എന്നാണ് പറയുന്നത്. ഈ കാര്യത്തിൽ നിനക്ക് സംശയം ഉണ്ടാകേണ്ട കാര്യമില്ല. ഇങ്ങനെയൊക്കെയാണ് ആചാര്യന്മാർ ആണയിട്ട് പറയുന്നത്. ഋഷി എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? സത്യം പറയുന്നവൻ എന്നല്ല, അദ്ദേഹം എന്ത് പറയുന്നുവോ അത് സത്യമാകുന്നു. തന്റെ വാക്ക് സത്യമാക്കി മാറ്റാൻ കഴിവുള്ളവരാണ് പ്രതിജ്ഞ ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. അവര് പറയുന്നത് സത്യം എന്നല്ല, അവര് സത്യത്തെ പറയുന്നു എന്നല്ല, അവര് പറയുന്നത് സത്യമാവുന്നു. അങ്ങനെയുള്ളവർ ആണയിടേണ്ട വല്ല ആവശ്യമുണ്ടോ? പക്ഷെ ആണയിടുന്നു. എന്താ കാര്യം? ഇത് ആളുകൾ ഉൾക്കൊള്ളില്ല. അവരുടെ ആ ബുദ്ധിയുടെ മണ്ഡലത്തിനും അപ്പുറത്താണ് ഈ സത്യത്തിന്റെ നിലനിൽപ്പ്. അതുകൊണ്ട് ആണയിട്ടാലെങ്കിലും ഇവർ വിശ്വസിക്കുന്നു. ആണയിട്ട ഒരുവിധപ്പെട്ടവരൊക്കെ വിശ്വസിക്കും. ഇപ്പോഴും നമ്മുടെ ഇടയിൽ അങ്ങനെയുള്ള സമ്പ്രദായമുണ്ട്. അതുകൊണ്ടാണ് ആണയിടുന്നത്, ശപഥം ചെയ്യുന്നത്. സത്യം സത്യം പുനഃസത്യം ഉദ്ധൃത്യ ഭുജമുച്യതേ വേദശാസ്ത്രാത് പരം നാസ്തി നദേവം ശങ്കരാത് പരം. ഇങ്ങനെയൊക്കെയാണ് സത്യം ചെയ്യുന്നത്. സത്യം സത്യം പുനഃസത്യം, സത്യമാണ് സത്യമാണ് വീണ്ടും സത്യമാണ്. ഉദ്ധൃത്യ ഭുജമുച്യതേ, രണ്ട് കൈകളും തലയ്ക്ക് മുകളിൽ ഉയർത്തി ഞാൻ സത്യം ചെയ്യുന്നു, വിളിച്ചു പറയുന്നു, ഉദ്ഘോഷിക്കുന്നു. എന്താണ്? വേദശാസ്ത്രങ്ങൾക്കപ്പുറം മറ്റൊന്നുമില്ല. പരമേശ്വരനെ കവിഞ്ഞ ഒരു ദേവനുമില്ല. വേദശാസ്ത്രാത് പരം നാസ്തി നദേവ ശങ്കരാത് പരം. ശങ്കരനിൽ നിന്ന് അന്യമായ ഒരു ദേവനുമില്ല. വേദശാസ്ത്രങ്ങളെ വെല്ലുന്ന മറ്റൊരു ശാസ്ത്രവുമില്ല. ഈ കാര്യം ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് എത്ര പ്രാവശ്യം വേണമെങ്കിലും എവിടെ വേണമെങ്കിലും വന്ന് സത്യം ചെയ്യാമെന്ന്. അപ്പൊ ഇവിടെ അതാണ് എന്നാണ് എന്നാണ് എന്നാണ്. എന്താണ് ഈ ആണയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം? ഏകം ഇരണ്ടെന്നാമൽ. ഏകം ഒന്ന്, ഇരണ്ട് എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ രണ്ട്. തമിഴ്നാട്ടിലുള്ളവർ പറയുമ്പോൾ രണ്ട് എന്ന് പറയില്ല, ഇരണ്ട് രൂപയായി. 12 എന്ന് പറഞ്ഞാൽ 12, 22 എന്ന് പറയും. ഏകം ഇരണ്ടെന്നാമൽ, 1 2 എന്ന് പറയാതെ. എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നാണെന്ന് ഒരാൾ പറയുന്നു, ആര്? അദ്വൈതി. രണ്ടാണെന്ന് ദ്വൈതി പറയുന്നു. വിശിഷ്ടാദ്വൈതി പറയുന്നു ഒന്നാണെങ്കിലും രണ്ടാണ്, അല്ലെങ്കിൽ രണ്ടാണെങ്കിലും ഒന്നാണ് എന്ന് പറയുന്നു. ഇന്നലെ പറഞ്ഞതുപോലെ രൂപം അരൂപം രൂപാരൂപം, ഇങ്ങനെ പലരും പലതരത്തിലും ഈ സത്യത്തെ വെളിപ്പെടുത്തുന്നു. നീ അതിന്റെ പുറകെ ഒന്നും പോണ്ട. 1 2 എന്നൊന്നും തീരുമാനിക്കാൻ തൽക്കാലം നീ മെനക്കെടണ്ടാണ്. നീ എന്ത് ചെയ്യണമെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാമെന്നാണ്. അദ്വൈതമോ സത്യം, ദ്വൈതമോ സത്യം, അതും അല്ലെങ്കിൽ വിശിഷ്ടാദ്വൈതമോ, അങ്ങനെയുള്ള തർക്കങ്ങളിൽ കുടുങ്ങി നിന്റെ ജീവിതം പാഴാകാതിരിക്കട്ടെ. അതാണ് ഏകം ഇരണ്ടെന്നാമൽ, 1 2 എന്നൊന്നും പറയാതെ ചുമ്മാ ഇരി എന്ന്, മിണ്ടാതെ ഇരിക്കൂ, അടങ്ങിയിരിക്കൂ, ചുമ്മാ ഇരിക്ക എന്ന് ഉപദേശിച്ചു. 1 2 എന്നൊക്കെ പറയുന്നത് ബുദ്ധിയുടെ തലത്തിലാണ്. ബുദ്ധി കൊണ്ട് തീരുമാനിക്കുമ്പോൾ ഒരാൾക്ക് അദ്വൈതമാണ് ശരിയെന്ന് തോന്നും, വേറൊരാൾക്ക് ദ്വൈതമാണ് ശരിയെന്ന് തോന്നും, മറ്റൊരാൾക്ക് വിശിഷ്ടാദ്വൈതമാണ് ശരിയെന്ന് തോന്നും, വേറൊരാൾക്ക് ശൂന്യവാദമാണ് ശരിയെന്ന് തോന്നും. അതൊക്കെ ബുദ്ധിയുടെ തലത്തിലാണ്. ഈ സത്യമോ ബുദ്ധിയെ അതിക്രമിച്ചതാണ്. അതുകൊണ്ട് നീ ബുദ്ധിയുടെ തലത്തിൽ നിൽക്കാതെ ബുദ്ധിയെ അതിക്രമിച്ചു പോകൂ. ആ സത്യത്തിൽ നിൽക്കൂ, അതിനുള്ള പരിശ്രമം ചെയ്യൂ എന്നാണ് പറയുന്നത്. അവിടെ എന്ത് പരിശ്രമമാണ്? ഇപ്പൊ ചെയ്യുന്നതൊക്കെ നിർത്തണം, ചുമ്മാ ഇരിക്കണം. അതാണ് അവിടെ അതിലെത്താൻ ചെയ്യേണ്ടത്. ചുമ്മാ ഇരി എന്ന് ചൊന്നാൻ, ചുമ്മാതിരിക്കൂ എന്ന് എൻ്റെ ഗുരുനാഥൻ എന്നോട് അരുളി ചെയ്തു. ആരാണ് അങ്ങയുടെ ഗുരുനാഥൻ? ആരാണ്? അദ്ദേഹം പറഞ്ഞ കാര്യം പറഞ്ഞു. ആരാണ് അദ്ദേഹം? തിരുஞான സംബന്ധൻ, തിരുஞான സംബന്ധമൂർത്തി സ്വാമികൾ. ഇപ്പൊ ഗ്രന്ഥകർത്താവ് ഈ ഗ്രന്ഥത്തിന്റെ തുടക്കത്തിലും തന്റെ ഗുരുനാഥൻ ആരാണ് എന്ന് പറഞ്ഞു. ഈ 5ാമത്തെ അധികാരത്തിന്റെ ഒടുവിലും വ്യക്തമായി പറയുകയാണ്, ആ തിരുஞான സംബന്ധമൂർത്തി സ്വാമികളിൽ നിന്നാണ് എനിക്ക് ഈ ജ്ഞാനം പകർന്നു കിട്ടിയത്. നിസ്സംശയം പ്രഖ്യാപിക്കുകയാണ്. തിരുஞான സംബന്ധൻ ശീകാഴി നാടൻ. അദ്ദേഹം താമസിച്ചിരുന്നത് ശീർകാഴി എന്നുള്ള സ്ഥലത്താണ്. അദ്ദേഹത്തിന്റെ നാട് ശീർകാഴി ആയതുകൊണ്ട് ശീർകാഴി നാടനാണ് അദ്ദേഹം. ശീർകാഴി ദേശത്തിൽ വസിക്കുന്നവൻ, അല്ലെങ്കിൽ വസിച്ചവനാണ്, അല്ലെങ്കിൽ ശീർകാഴി സ്വദേശമായിട്ടുള്ളവൻ. അത്രയേ ഉള്ളൂ അദ്ദേഹത്തിന്റെ സവിശേഷത. പേര് പറഞ്ഞു തിരുஞான സംബന്ധൻ.
ഊരും പറഞ്ഞു, നാടേതാണെന്നും പറഞ്ഞു. അദ്ദേഹത്തിന്റെ മഹത്വം അതുകൊണ്ട് തീരുന്നില്ലല്ലോ. അരുളാളൻ. ആരാണ് അരുളാളൻ? അനുഗ്രഹം കൊണ്ട് നമ്മെ ആളുന്നവൻ, ഭരിക്കുന്നവൻ. അനുഗ്രഹം കൊണ്ട്, ഭയപ്പെടുത്തിയോ അധികാരം പ്രയോഗിച്ചോ അല്ല നമ്മെ അദ്ദേഹം കീഴ്പ്പെടുത്തുന്നത്. തന്റെ അനുഗ്രഹവും കാരുണ്യവും കൊണ്ട് നമ്മെ അടക്കി ഭരിക്കുന്നവൻ. അരുൾ ആളൻ. അരുൾ എന്ന് പറഞ്ഞാൽ അനുഗ്രഹം, കൃപ എന്നൊക്കെയാണ് അർത്ഥം. ആളൻ, ആളുക എന്ന് പറഞ്ഞാൽ ഭരിക്കുക തമിഴിൽ. ആണ്ടവൻ എന്നുള്ള വാക്ക് എങ്ങനെയാ വന്നത്? ഭരിച്ചവൻ എന്നാണ്. പാസ്റ്റ് ടെൻസ് ആണ് ശരിക്കും. അപ്പൊ ഇപ്പൊ ഭരിക്കുന്നില്ലേ, ഇനി ഭരിക്കില്ലേ എന്നല്ല. കൊണ്ടവൻ എന്ന് പറഞ്ഞാൽ എന്തോ ഒന്ന് കൊണ്ടവൻ. അതുപോലെ ആളുക എന്നുള്ളത് നമ്മളൊരു ക്രിയയായിട്ടെടുത്താൽ ആൾഹിറവൻ, ഇപ്പൊ ഭരിക്കുന്നവൻ. ആളപ്പോഹിറവൻ, ഭരിക്കാൻ പോകുന്നവൻ. ആണ്ടവൻ, ഭരിച്ചവൻ. പക്ഷെ ആ അർത്ഥമല്ല. ആരാണ് ഈ ആണ്ടവൻ എന്നുള്ള വാക്ക് പ്രയോഗിക്കുക? ആത്മസാക്ഷാത്കാരമോ ഈശ്വര ദർശനമോ കിട്ടിയ ഒരാൾ മാത്രമേ പറയൂ. കാരണം അദ്ദേഹം എന്നെ ഭരിച്ചു, എന്നെ അദ്ദേഹത്തിന്റെ അധീനതയിലാക്കി, അടിമയാക്കി, അദ്ദേഹത്തോടു കൂടി ചേർത്തു. അത് ഭൂതകാലത്തിലായതുകൊണ്ടാണ് ദൈവത്തിന് ആണ്ടവൻ എന്നുള്ള പാസ്റ്റ് ടെൻസിൽ പ്രയോഗിക്കുന്നത്. അദ്ദേഹമാണ് ഇപ്പൊ എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നതും ഭരിക്കുന്നതും. ഇനി മേലും ഈ പ്രപഞ്ചവും ജീവന്മാരും അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലായിരിക്കും. പക്ഷെ എന്നെ അദ്ദേഹം ഭരിച്ചു, അദ്ദേഹത്തോടു കൂടി ചേർത്തു, എന്റെ അഹങ്കാരത്തെ നശിപ്പിച്ചു, അദ്ദേഹത്തിന്റെ ദർശനം എനിക്ക് തന്നു. അതൊക്കെ ഭൂതകാലത്തിലായതുകൊണ്ട് ആണ്ടവൻ എന്ന് പറഞ്ഞു. ഭരിച്ചവൻ എന്നാണ് അർത്ഥം. പാസ്റ്റ് ആണ്. ജ്ഞാനം കിട്ടിയതിന് ശേഷം ഒരാൾ പറയുന്നതാണ് ആണ്ടവൻ. അരുളാളൻ, അനുഗ്രഹം കൊണ്ട് നമ്മെ ഭരിക്കുന്നവൻ. ജ്ഞാന വിനോദൻ. അതെന്താണ് ജ്ഞാന വിനോദൻ? ജ്ഞാനത്തെ വിനോദം പോലെ കൊണ്ട് നടക്കുന്നവൻ. വിനോദം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് വലിയ ടെൻഷനൊന്നുമില്ല, നമ്മൾ കളിക്കുക, രസിക്കുക എന്നൊക്കെ പറയില്ല, അതാണല്ലോ വിനോദം. അതായത് നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുക, ടെൻഷനൊന്നുമില്ല, വെപ്രാളമൊന്നുമില്ല, മനസ്സ് ശാന്തമായിരിക്കുമ്പോഴാണ് നമ്മൾ വിനോദം. അതിനു വേണ്ടിയാണ് നമ്മൾ വിനോദത്തിൽ ഏർപ്പെടുന്നത് തന്നെ. ജ്ഞാനം വിനോദമാക്കി തീർത്തവൻ. അതായത് അതിസൂക്ഷ്മമായ സത്യമോ അല്ലെങ്കിൽ ആ സത്യത്തെക്കുറിച്ചുള്ള സംശയങ്ങൾക്കോ മറ്റുമൊക്കെ അനായാസം മറുപടി പറയും. അതാണ് ജ്ഞാന വിനോദന്റെ ലക്ഷണം. വെറും പുസ്തകജ്ഞാനം കൊണ്ട് ഒരാൾ വന്ന് എന്തൊക്കെയോ സംശയങ്ങൾ ചോദിക്കും. അനുഭൂതിയുടെ തലത്തിൽ നിന്ന് സംസാരിക്കാൻ പറ്റണം. അപ്പോഴാണ് സംശയ നിവൃത്തി ശ്രോതാക്കളിൽ സംഭവിക്കുന്നത്. അത് വ്യക്തിയുടെ തലത്തിൽ നിന്ന് സംശയം തീർത്താൽ തീരില്ല. ഉള്ളിലുള്ള ഈശ്വരൻ തന്നെ അനുഗ്രഹിച്ച് ആ വാക്കുകളും ആശയങ്ങളുമായി നാവിലൂടെ പുറത്തു വരണം. എന്നാലേ സംശയം തീരൂന്ന്. ജ്ഞാനവിനോദൻ, ഒരു ഈശ്വര ലീലയായി ജ്ഞാനത്തെ കൊണ്ടു നടക്കുന്നവൻ. ജ്ഞാനം അദ്ദേഹത്തിന്റെ സ്വരൂപമാണ്, അദ്ദേഹം നേടിയതല്ല. നമുക്ക് ജ്ഞാനം നേടിയാൽ ജ്ഞാനി എന്ന് പറയും. ജ്ഞാനം തന്റെ സ്വരൂപമാണ്, താൻ ആത്മസ്വരൂപമാണ് എന്ന് സാക്ഷാത്കരിച്ചവൻ. ഒരു രസം, ഒരു കളി, ലീല എന്നുള്ള രീതിയിൽ ജ്ഞാനത്തെ എടുത്ത് അമ്മാനമാടുന്നവൻ. എന്ത് വേണമെങ്കിലും അദ്ദേഹത്തിനടുത്ത് ചോദിച്ചോളൂ, അദ്ദേഹം ഉള്ളിൽ അനുഭവിക്കുന്ന സത്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ സംശയങ്ങൾ അദ്ദേഹത്തിന് നല്ലതുപോലെ തീർത്തു തരാൻ കഴിയും. അതാണ് ബ്രഹ്മനിഷ്ഠനായ ഒരു ആചാര്യനെ സമീപിക്കുന്നത് കൊണ്ട് ഒരു സാധകന് ഉണ്ടാകുന്ന ഗുണം. അരുൾ രൂപിയായി, അഭേദാനന്ദ സിദ്ധനായി, അറിവുകൊണ്ട് തന്നെ വിനോദിക്കുന്നവനായി. അറിവ് അദ്ദേഹത്തിന് വിനോദമായി തീർന്നിരിക്കുന്നു. അറിവിൽ രമിക്കുന്നു അദ്ദേഹം. നമ്മളൊക്കെ കളിക്കുകയും രസിക്കുകയും ഒക്കെ ചെയ്യുന്നത് വിഷയങ്ങളെ ആശ്രയിച്ചിട്ടാണ്. ഇദ്ദേഹത്തിന്റെ ആസ്വാദനം ജ്ഞാനത്തിലാണെന്ന്. അറിവ് കൊണ്ട് തന്നെ വിനോദിക്കുന്നവനായി, ശീകാഴി നാട്ടിൻ അധിപതിയായി വിളങ്ങിയ എന്റെ സദ്ഗുരു ശ്രീ തിരുஞான സംബന്ധ സ്വാമികൾ എന്നെ മുക്തിനിലയിൽ കയറ്റി ഇരുത്തുവാൻ സകരുണം സ്വന്തം പേരിൽ 3 നാമോച്ചാരണം നടത്തി ആണയിട്ട് എന്നോട് ഇങ്ങനെ അരുളി ചെയ്തു. ഇതൊരു കെട്ട് കഥയല്ല, ഇത് സത്യത്തിൽ സംഭവിച്ചതാണ്. ഈ ഗ്രന്ഥകാരന്റെ കാലഘട്ടവും ഈ തിരുஞான സംബന്ധ സ്വാമികളുടെ കാലഘട്ടവും തമ്മിൽ 1000-ലധികം വർഷങ്ങളുടെ ഇടവേളയുണ്ട്. അപ്പൊ ഒരു ഭൗതിക ശരീരത്തോടു കൂടി അദ്ദേഹം ഒന്ന് ഉപദേശിച്ചു എന്ന് കരുതാൻ നിർവാഹമില്ല. പക്ഷെ അദ്ദേഹം ഉപദേശിച്ചില്ല എന്ന് പറയാനും നമുക്ക് അധികാരമില്ല. സൂക്ഷ്മമായ തലം, പല മഹർഷിമാരും ഇപ്പോഴും സൂക്ഷ്മരൂപികളായി ഈ ലോകത്തിൽ ചുറ്റി സഞ്ചരിക്കുന്നുണ്ട് സാധകന്മാരെ സഹായിക്കാൻ.
അവരെങ്ങനെ സഹായിക്കും, ഏത് പ്രകാരത്തിൽ സഹായിക്കും എന്നൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. നാരദനും വേദവ്യാസനും ഒക്കെ ഇപ്പോഴും ഉണ്ട് എന്നാണ്. ഈ നാരദ മഹർഷി ഈ സാധകന്മാരെ അനുഗ്രഹിക്കാനായിട്ടാണ് 3 ലോകത്തിലും സദാ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ്. അദ്ദേഹത്തിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ എന്താണ് ഈ നാരദൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം? നാരം ദദാതീതി നാരദ, ആത്മജ്ഞാനത്തെ കൊടുക്കുന്നവൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ആ കൊടുക്കുന്നതിൽ അതീവ ശ്രദ്ധയുള്ളവൻ, സാധകന്മാരെ തേടി പിടിച്ച് അവരെ ജ്ഞാനികളാക്കി തീർക്കുന്നവൻ, അവർക്ക് ജ്ഞാനോപദേശം നൽകുന്നവൻ എന്നാണ് ആ നാരദ ശബ്ദത്തിന്റെ അർത്ഥം. സദാ നാരായണ നാമം ഉച്ചരിച്ചുകൊണ്ട് 3 ലോകങ്ങളിലും സഞ്ചരിക്കുന്നവനാണ്. അല്പം കുസൃതിക്കാരനാണ്, ഏഷണിക്കാരനാണ് എന്നൊക്കെ പറയുമെങ്കിലും ആ ഏഷണിയുടെ ഒടുവിൽ മംഗളം മാത്രമാണ് ഉണ്ടാവുക. ആർക്കെങ്കിലും ദോഷമുള്ള ഒരു ഏഷണിയും നാരദന്റെ മുഖത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ഒരു കുസൃതിക്കാരനാണ്, ആൾക്കാരെ തമ്മിലടിപ്പിക്കുന്നത് അദ്ദേഹത്തിനൊരു രസമാണ്. ആ രാവണന്റെ അടുത്ത് ചെന്ന് ബാലിയെക്കുറിച്ച് ഇല്ലാത്തതും കൊല്ലാത്തതും ഒക്കെ പറഞ്ഞ് തമ്മിലടിപ്പിച്ചില്ലേ. ഈ തമ്മിലടിപ്പിക്കുക അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവമാണ്. അങ്ങനെ ഒരു വ്യക്തിയോ ഒരു ഋഷിയോ ഭൗതിക രൂപത്തിൽ ചുറ്റി സഞ്ചരിക്കുന്നു എന്നല്ല. ചിലതൊക്കെ ശാശ്വതമായ തത്വങ്ങളാണ്. ഇപ്പൊ ജലം സൃഷ്ടിക്കപ്പെട്ടതാണ്. ഈ ജലം എന്നുവരെ ഉണ്ടാവും ഭൂമുഖത്ത്. ഈ സൃഷ്ടി ഇല്ലാതാവുന്നത് വരെ ഉണ്ടാവും, ഭൂമി ഇല്ലാതാവുന്നത് വരെ ഈ ജലം ഉണ്ടാവും. ഇതുപോലെ ഈ ആത്മതത്വത്തിൽ സൂക്ഷ്മമായ പല തത്വങ്ങളും ഉണ്ട്. ആ തത്വങ്ങളിൽ പെടുന്നവരാണ് ഈ ഋഷിമാർ. അവർ ഏതോ കാലത്ത് ജീവിച്ചിരുന്ന് മൺമറഞ്ഞു പോയി എന്ന് വിചാരിക്കരുത്. അവര് സൂക്ഷ്മ ശരീരികളായി ഇപ്പോഴും നമ്മുടെ ഇടയിൽ ഉണ്ടാവും. നമ്മുടെ ഹനുമാനെ കുറിച്ച് പറയാറില്ലേ, എത്രയെത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. എവിടെ രാമനാമം ഉച്ചരിക്കപ്പെടുന്നുവോ അവിടെ ഹനുമാൻ സന്നിഹിതനായിരിക്കും സൂക്ഷ്മ രൂപത്തിൽ നിന്നാണ്. ഹനുമാനെ ചിരഞ്ജീവിയായിട്ടാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത്. 7 ചിരഞ്ജീവികളാണ് നമുക്കുള്ളത്. അല്ല, അതിന്റെ ആ ഓർഡർ, ആ പദ്യം ഇതാണെങ്കിൽ നമുക്ക് ഒന്നും വിട്ടുപോകാതെ കിട്ടും. അശ്വത്ഥാമ ബലിർ വ്യാസഃ ഹനുമാംശ്ച വിഭീഷണഃ കൃപഃ പരശുരാമശ്ച സപ്തൈതേ ചിരജീവിനഃ എന്നും പറയാം, ചിരഞ്ജീവിനഃ എന്നും പറയാം. 2 ശരിയാണ്. ചിരജീവി, ചിരഞ്ജീവി രണ്ടും പറയാം. അശ്വത്ഥാമാവ് അത്ര നല്ല കഥാപാത്രമൊന്നുമല്ല, ദ്രോണരുടെ മകനാണ്. മഹാബലി, വേദവ്യാസൻ, ഹനുമാൻ, കൃപൻ, പരശുരാമൻ, വിഭീഷണൻ. ഇതിൽ രാക്ഷസന്മാരുണ്ട്. പ്രതികാരം കൈമുതലായി കൊണ്ടു നടന്ന അശ്വത്ഥാമാവുണ്ട്, വേദവ്യാസ മഹർഷിയുണ്ട്, വാനരവംശത്തിൽ ജനിച്ച ഹനുമാനുമുണ്ട്, അസുരകുലത്തിൽ ജനിച്ച മഹാബലിയുണ്ട്, കൃപനുണ്ട്. ബ്രാഹ്മണനായിരുന്നിട്ടും യുദ്ധക്കളത്തിൽ ഇറങ്ങിയതാണ്. ദ്രോണരെ പോലെ ബ്രാഹ്മണന് യുദ്ധം ചെയ്യാൻ വിധിച്ചിട്ടില്ല. അവരുടെ വർണ്ണാശ്രമ പ്രകാരം അത് ചെയ്യാൻ പാടില്ല എന്നാണ്. ക്ഷത്രിയനാണ് യുദ്ധം ചെയ്യാനുള്ള അവകാശം. പക്ഷേ അതിന് അപവാദങ്ങളാണ് ദ്രോണനും കൃപനും. ദ്രോണരുടെ മകൻ അശ്വത്ഥാമാവും യുദ്ധം ചെയ്തു. ഈ ദ്രോണർക്കും കൃപർക്കും തമ്മിൽ ഒരു ബന്ധമുണ്ട്. എന്താണ്? കൃപന്റെ സഹോദരിയാണ് കൃപി. കൃപിയുടെ ഭർത്താവാണ് ദ്രോണൻ, അളിയനാണ്. അപ്പൊ നല്ല ബന്ധത്തിലായിരിക്കും. ഒരാൾ യുദ്ധത്തിന് ഇറങ്ങിയപ്പോൾ മറ്റേയാളും കൂടെ ഇറങ്ങി. അപ്പൊ ഈ ധർമ്മത്തെ യഥോ ധർമ്മസ്തോ ജയഃ എന്ന് ഉദ്ഘോഷിക്കുന്നതാണ് മഹാഭാരതം. ധർമ്മം എവിടെയുണ്ടോ അവിടെയാണ് വിജയം. പക്ഷേ അവിടെ നടന്നിട്ടുള്ളത് പലതും അധർമ്മമാണ്. കുരുക്ഷേത്ര ഭൂമിയിൽ തന്നെ അനേകം അധർമ്മ കൃത്യങ്ങൾ നടന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് നടന്നത്? മരിക്കാത്ത ദ്രോണൻ മരിച്ചു എന്ന് പറഞ്ഞു. അല്ല, അശ്വത്ഥാമാവ് മരിച്ചു എന്ന് പറഞ്ഞു ദ്രോണനെ കൊല്ലാൻ. ദ്രോണൻ തളർന്നിരുന്നു. കാരണം അത്ര കണ്ട് പുത്രസ്നേഹമാണ്. അശ്വത്ഥാമാ ഹതഃ എന്നിട്ട് ആരും കേൾക്കാതെ കുഞ്ചരഹ എന്ന് കളിമണ്ണ് കൊണ്ടൊരു ആന ഉണ്ടാക്കി. അതിന് അശ്വത്ഥാമാവ് എന്ന് പേരിട്ടു. എന്നിട്ട് ഒരു ഗദയെടുത്ത് അതിനെ തല്ലി പൊട്ടിച്ചു. അശ്വത്ഥാമാവ് മരിച്ചല്ലോ. ആ കളിമണ്ണ് കൊണ്ടുള്ള ആനയായ അശ്വത്ഥാമാവാണ് മരിച്ചത് എന്നുള്ളത് അറിയില്ല. അശ്വത്ഥാമാവ് മരിച്ചു എന്ന് യുധിഷ്ഠിരൻ വിളിച്ചു പറഞ്ഞു. ഈ പണി മുഴുവൻ ഒപ്പിച്ചത് കള്ളകൃഷ്ണനാണ്. കാരണം അല്ലാതെ ദ്രോണരെ വീഴ്ത്താൻ പറ്റില്ല. പുത്രൻ മരിച്ചു എന്നുള്ള വാർത്ത കേട്ടാൽ അദ്ദേഹം തളർന്ന് അമ്പും വില്ലുമൊക്കെ വെച്ചിട്ട് പിന്നെ അദ്ദേഹത്തെ കൊണ്ട് യുദ്ധം ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ ശക്തി മുഴുവൻ ചോർന്നു പോകും. അത്ര കണ്ട് പുത്രസ്നേഹമാണ്. അപ്പൊ എന്ത് ചെയ്തു? അശ്വത്ഥാമാവ് മരിച്ചു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഈ പെരുമ്പറയും ചെണ്ടയും ഒക്കെ വാദ്യോപകരണങ്ങളൊക്കെ പടപടപടപടപടാന്ന് അടിച്ചു. അപ്പൊ കുഞ്ചരഹാന്ന് പിന്നീട് യുധിഷ്ഠിരൻ പറഞ്ഞത് ദ്രോണന് കേൾക്കാൻ സാധിച്ചില്ല. എന്നാലും ഒരു വഞ്ചനയില്ലേ അതിനകത്ത്?
അശ്വത്ഥാമാവ് മരിച്ചു എന്ന് കേട്ടാൽ സ്വാഭാവികമായും ദ്രോണൻ എന്താ വിചാരിക്കുന്നത്? തന്റെ മകൻ മരിച്ചു എന്നല്ലേ. അത് കഴിഞ്ഞിട്ട് വേറെ എന്തൊക്കെയാ കാണിച്ചത്? അപ്പൊ കള്ളം പറയിച്ചു. ഞാൻ ധർമ്മത്തിൽ നിന്നും അല്പം പോലും വ്യതിചലിക്കില്ല എന്ന് നിർബന്ധം പിടിച്ച യുധിഷ്ഠിരനെ കൊണ്ട് കൃഷ്ണൻ കള്ളം പറയിച്ചു. അത് കഴിഞ്ഞിട്ട് എന്തായത്? തേരിന്റെ ചക്രം ഭൂമിയിൽ താഴ്ന്നു പോയി. കർണൻ ആ മണ്ണിൽ നിന്ന് ആ ചക്രത്തെ പുറത്തേക്ക് എടുക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് പറഞ്ഞത്, അർജുന പറ്റിയ സന്ദർഭമാണ്, തട്ടിയേക്കുന്നത്. ആയുധമില്ലാത്തവനോ പുറംതിരിഞ്ഞ് ഓടുന്നവനോ അവരെ ഒന്നും അവരോട് യുദ്ധം ചെയ്യരുതെന്നാണ്. പുറകിൽ നിന്ന് അമ്പെയ്ത് കൊല്ലുന്നത് അധർമ്മമാണ്. യുദ്ധത്തിൽ അത് പാടില്ല. ധർമ്മയുദ്ധമാണ് അവിടെ ചെയ്യുന്നത്. എവിടെ അറിയാം? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ എന്നാണല്ലോ ഭഗവത്ഗീത തുടങ്ങുന്നത്. അത് ധർമ്മക്ഷേത്രമാണ്. അവിടെ ഒരധർമ്മവും അരങ്ങേറാൻ സാധ്യമല്ല. പക്ഷേ പല അധർമ്മങ്ങളും അവിടെ നടന്നു. അതിനൊക്കെ ഉത്തരവാദി ഈ ഈശ്വരനായ കൃഷ്ണനാണ്. അങ്ങനെ കൊന്നു. അതിനു മുമ്പ് കർണൻ നാഗാസ്ത്രം പ്രയോഗിച്ചു അർജുനന്റെ നേരെ. തേര് തള്ളവിരല കൊണ്ട് അമർത്തി ഭൂമിയിലേക്ക് താഴ്ത്തി. അതുകൊണ്ട് അർജുനന്റെ കിരീടത്തെ കൊണ്ടുപോയി ആ നാഗാസ്ത്രം. അല്ലെങ്കിൽ തല പോകേണ്ടതായിരുന്നു. തേരിനെ തള്ളവിരല കൊണ്ട് പ്രസ് ചെയ്തതുകൊണ്ട് അത് അല്പം ഭൂമിയിലേക്ക് താണു. തലയ്ക്ക് വന്നത് തലപ്പാവോട് പോയി എന്ന് പറയില്ലേ, അത് ഇതുമായി ബന്ധപ്പെട്ട് വന്ന പഴഞ്ചൊല്ലാണ്. തലയ്ക്ക് വന്നത് തലപ്പാവോടുകൂടെ പോയി. അതെന്താ? കർണൻ എയ്ത നാഗാസ്ത്രം അർജുനന്റെ ശിരസ് ഛേദിക്കുന്നതിന് പകരം കിരീടവും എടുത്തോണ്ട് പോയി. പിന്നെ ജയദ്രഥൻ, ഇന്ന് വൈകുന്നേരത്തിന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ജയദ്രഥനെ ഞാൻ കൊല്ലും, ഇല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും എന്ന് പ്രതിജ്ഞ ചെയ്തു അർജുനൻ. ഏതാണ്ട് സൂര്യൻ അസ്തമിക്കാറായി. എന്ത് ചെയ്തു? തന്റെ സുദർശന ചക്രം കൊണ്ട് സൂര്യബിംബത്തെ മറച്ചു കൃഷ്ണൻ. സൂര്യൻ അസ്തമിച്ചു എന്ന് എല്ലാവരും കരുതി. അതുവരെ മറ്റ് കൗരവന്മാരെല്ലാവരും ജയദ്രഥനെ പ്രൊട്ടക്ട് ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ചുറ്റും ഒരു സംരക്ഷണ വലയം തീർക്കുകയായിരുന്നു. കാരണം അയാളെ കൈ കിട്ടിയാലല്ലേ അർജുനൻ കൊല്ലൂ. അപ്പോ സേനയുടെ ഒത്ത നടുക്ക് പലരെയും തോൽപ്പിച്ചിട്ടേ ജയദ്രഥന്റെ അടുത്ത് എത്താൻ പറ്റൂ. അങ്ങനെ സംരക്ഷിച്ചുകൊണ്ടിരുന്നു. സൂര്യാസ്തമയമായി എന്ന് തോന്നിയപ്പോ ചക്രം കൊണ്ട് മറച്ചല്ലോ കൃഷ്ണൻ. ജയദ്രഥന് സന്തോഷമായി. സൂര്യാസ്തമയത്തിന് മുമ്പ് കൊല്ലും എന്നാണല്ലോ പറഞ്ഞത്. ഹാ 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 എന്ന് പൊട്ടിച്ചിരിച്ചോണ്ട് ആ സൈന്യത്തിന്റെ മുമ്പിൽ ഫ്രണ്ട് റോയിൽ വന്ന് നിന്നു. ഞാൻ ജയിച്ചു. കൃഷ്ണൻ എന്ത് ചെയ്തു? സുദർശന ചക്രം മാറ്റി. സൂര്യനെ അസ്തമിക്കാൻ ഇനിയും സമയമുണ്ട്, അർജുന കാച്ചിയേക്കുന്നു. എത്ര സ്ഥലത്താണ് ഈ കൃഷ്ണൻ പാണ്ഡവരെ രക്ഷിച്ചിട്ടുള്ളത്? അതൊന്നും ന്യായമായ മാർഗത്തിലൂടെ അല്ലതാണ്. മഹാഭാരതത്തിന്റെ മുദ്രാവാക്യം യഥോ ധർമ്മസ്തോ ജയ. 7 മഹാരഥന്മാരാണ് ആ 16 വയസ്സുകാരൻ അഭിമന്യുവിനെ ചുറ്റും വളഞ്ഞു നിന്ന് ആക്രമിച്ചത്. ഭീഷ്മൻ, ദ്രോണൻ, ദുര്യോധനൻ, അശ്വത്ഥാമാവ്, കർണൻ, ഇവര് ഓരോരുത്തരും ഗംഭീരന്മാരാണ്, മഹാരഥന്മാരാണ്. എന്താണ് ഈ മഹാരഥൻ എന്ന് പറഞ്ഞാൽ? 10,000 സൈനികരോട് ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യാൻ കഴിവുള്ളവനാണ് മഹാരഥൻ. 7 മഹാരഥന്മാർ ആ ഒരു പരിചയവും ഇല്ലാത്ത 16 വയസ്സുള്ള അഭിമന്യുവിനെ വളഞ്ഞിരുന്ന് ആക്രമിച്ചു. എന്നിട്ടും അഭിമന്യു പിടിച്ചു നിന്നു. അവസാനം എന്താ? നിരായുധനാക്കി. കയ്യിലുള്ള ആയുധങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. നിരായുധനെ ആക്രമിക്കരുത് എന്നുള്ളതാണ് അടിസ്ഥാനപരമായ നിയമം യുദ്ധത്തിൽ. എന്ത് ചെയ്തു? ആരെങ്കിലും എനിക്കൊരു ആയുധം തരൂ, ഒരു കത്തിയോ വാളോ എന്തെങ്കിലും തരൂ, ഞാൻ യുദ്ധം ചെയ്തോളാം, നിങ്ങളോട് ഒപ്പം യുദ്ധം ചെയ്യാം. 7 പേര് സാരില്ല, പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ആരും ആയുധം കൊടുത്തില്ല. അവസാനം എന്ത് ചെയ്തു? ഒരു തേരിന്റെ ചക്രം ഊരി ആ ചക്രം കൊണ്ടാണ് ഇവരുടെ ആക്രമണത്തെ ചെറുത്ത് നിന്നത്. അപ്പൊ ഈ ധർമ്മം എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ വലിയ കാര്യത്തിൽ ഇതൊക്കെ പറയുമ്പോൾ അവർ ഈ കുരുക്ഷേത്ര ഭൂമിയിൽ നടന്ന സംഭവങ്ങളും കൂടെ ഒന്ന് ഓർമ്മ വയ്ക്കുന്നത് നന്നായിരിക്കും. ധർമാചരണം വേണ്ട എന്നല്ല ഇതിന്റെ അർത്ഥം. വെറും ധർമ്മം മാത്രം ആചരിച്ചുകൊണ്ട് ശുദ്ധമായ അഹിംസ നടപ്പിലാക്കാനേ സാധ്യമല്ല. അഹിംസ പരമോധർമ്മ വേദവ്യാസന്റെ പ്രഖ്യാപനമാണ്. ഇതേ വേദവ്യാസൻ ഭാഗവതത്തിൽ പറഞ്ഞത് ജീവോ ജീവസ്യ ജീവനം. ഒരു ജീവനെ ഹിംസിച്ചുകൊണ്ടോ നശിപ്പിച്ചുകൊണ്ടോ അതിനെ ഭക്ഷണമാക്കിക്കൊണ്ടോ മാത്രമേ മറ്റൊരു ജീവന് നിലനിൽപ്പുള്ളൂ. അപ്പോ ഇവിടെ അഹിംസ 100% നമുക്ക് നടപ്പിലാക്കാൻ പറ്റുമോ എന്ന് വെച്ച് മൃഗങ്ങളെയൊക്കെ കൊല്ലുന്നത് ന്യായീകരിക്കുന്നതാണ് എന്ന് വിചാരിക്കരുത്. പരമാവധി നമുക്ക് അഹിംസ ശീലിക്കണം. ഒരു പരിധിക്കപ്പുറത്ത് മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ നമുക്ക് കഴിഞ്ഞുകൂടാൻ പറ്റില്ല.
ആ ഒരു സത്യവും കൂടെ അറിഞ്ഞിരിക്കണം. ആ അറിവോടുകൂടി അഹിംസ ആചരിക്കണം എന്നാണ്. അപ്പൊ ഇവിടെ ആണയിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ ഇത് മലയാള വ്യാഖ്യാനം വായിച്ചില്ല. സ്വന്തം പേരിൽ 3 നാമോച്ചാരണം നടത്തി ആണയിട്ട് എന്നോട് ഇങ്ങനെ അരുളി ചെയ്തു. വേദാന്ത സമ്പ്രദായം അനുസരിച്ച് ഏകമെന്നോ, വേദാന്തികളാണ് അദ്വൈതത്തെ മുറുകെ പിടിക്കുന്നത്, വേദാന്ത സമ്പ്രദായം അനുസരിച്ച് ഏകമെന്നോ, സിദ്ധാന്തപക്ഷം അനുസരിച്ച് 2 ചിന്തിക്കാതെ, ശൈവ സിദ്ധാന്തത്തിൽ 3, അതിൽ പാശം എന്നുള്ളതിനെ വിട്ടാൽ പശുവും പതിയും 2 ഉണ്ട് എന്നാണ്. അങ്ങനെ 1, 2 എന്നുള്ള ആ ഭാവനകളെ ഒന്നും അംഗീകരിക്കാതെ നിന്റെ ജീവബോധത്തെ മാറ്റി മനസ്സ് സമനിലയിൽ വച്ച് മൗനാനന്ദം കണ്ട് അതിൽ രമിച്ച് വെറുതെ സ്ഥിതി ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞാൽ ചുമ്മാ ഇരിക്കുക എന്നർത്ഥം. ചുമ്മാ ഇരിക്കുമ്പോഴാണ് ആനന്ദം. നമ്മൾ ആനന്ദം അനുഭവിക്കാൻ വേണ്ടി കർമ്മം ചെയ്യുന്നു. ആ പരസ്പര വൈരുദ്ധ്യം നോക്കൂ. ചുമ്മാതിരിക്കുമ്പോൾ ഉള്ളിൽ തെളിയുന്നതാണ് ആത്മാനന്ദം. അതിനെ പ്രവൃത്തിയിലൂടെ നേടാൻ നോക്കുന്നു. അജ്ഞത എന്നല്ലാതെ വേറെ എന്ത് പറയാൻ? ചുമ്മാതിരിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു സത്യം അവിടെ ഇരിക്കട്ടെ. പക്ഷെ കർമ്മത്തിലൂടെ ഈ ആത്മാവിനെ പിടിച്ചു കളയാം എന്നൊരു തെറ്റിദ്ധാരണ നമ്മൾ പുലർത്തേണ്ട കാര്യമില്ലല്ലോ, അതിൻ്റെ ആവശ്യമില്ലല്ലോ. ശരിയായി മനസ്സിലാക്കാമല്ലോ. അതിൽ രമിച്ച് വെറുതെ സ്ഥിതി ചെയ്തു കൊള്ളുക, ഇതത്രേ മുക്തിനിലയെന്ന് ശ്രീ ഗുരുനാഥൻ എന്നോട് കൽപ്പിച്ച് ആശീർവദിച്ച് എന്നെ അനുഗ്രഹിച്ചു. അദ്ദേഹം ഒരു നിർദ്ദേശമോ ഒരു ഉപദേശമോ പോലെയൊക്കെയാണ് ഇത് പറഞ്ഞത്. ഞാൻ അതിനെ അദ്ദേഹത്തിൻ്റെ കൽപ്പനയായി സ്വീകരിച്ചു, ആജ്ഞയായി സ്വീകരിച്ചു. അത് ലംഘിക്കരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ആ മാർഗത്തിലൂടെ പോയാണ് ഞാൻ ആ സത്യത്തെ സാക്ഷാത്കരിച്ചത് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് 6ാമത്തെ അധ്യായത്തിലേക്ക് കിടക്കാം. അതിൻ്റെ പേര് വിരക്തി വിളക്കം. വിരക്തി എന്ന് പറഞ്ഞാൽ വിരക്തി, നിസ്സംഗത, ഡിറ്റാച്ച്മെന്റ്, സന്യാസം, ത്യാഗം. പല പേരിലും ഒരേ കാര്യം തന്നെയാണ് പറയപ്പെടുന്നത്. വിരക്തി വിളക്കം. വിളക്കം എന്ന് പറഞ്ഞാൽ വിവരമായിട്ട് പറയുക എന്ന് പറഞ്ഞാൽ വിശദമായി പറയുക, വിവരിക്കുക എന്നർത്ഥം. വിരക്തിയെക്കുറിച്ചുള്ള വിവരണം, വിരക്തി വിളക്കം. വിരക്തി ഇല്ലാതെ അധ്യാത്മശാസ്ത്രത്തിലേ പ്രവേശിക്കാൻ പറ്റും. അകത്ത് കടക്കണോ? ഈ ID കാർഡില്ലാതെ പല ഓഫീസുകളിലും കയറി പോകാൻ പറ്റില്ല. ആ വാതിലിൽ തന്നെ ഒരാൾ ഉണ്ടാവും. എവിടെ ID കാർഡ് എവിടെ, അല്ലെങ്കിൽ പാസ് എവിടെ, എൻട്രി പാസ്. ഇതുപോലെ അധ്യാത്മ ശാസ്ത്രത്തിലേക്ക് പ്രവേശിക്കാനുള്ള അടിസ്ഥാനപരമായ യോഗ്യതയാണ് വിരക്തി. പക്ഷെ അതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. എല്ലാവർക്കും പഠിക്കാം. ഭഗവത്ഗീത ആർക്കാ പഠിച്ചുകൂടാത്തത്? നല്ല നല്ല വ്യാഖ്യാനങ്ങളുണ്ട്, CD-കളുണ്ട്, എല്ലാവർക്കും വായിക്കാം, പഠിക്കാം, മനസ്സിലാക്കാം. പക്ഷെ പ്രയോജനപ്പെടണ്ടേ? ഒരു കാര്യം നമ്മൾ ചെയ്താൽ അത് പ്രയോജനപ്പെട്ടില്ലെങ്കിൽ പിന്നെ എന്ത് പ്രയോജനം? അപ്പൊ വിരക്തി വേണം എന്നാണ്. വിരക്തി തന്നെയാണ് വൈരാഗ്യം. സാധന ചതുഷ്ടയ സമ്പത്തിലെ ആദ്യത്തെ ഐറ്റമാണ് ഇഹ അമുത്ര അർത്ഥ ഫലഭോഗ വിരാഗ. വിരാഗം തന്നെ വൈരാഗ്യം, വൈരാഗ്യം തന്നെ വിരക്തി. അത് തന്നെയാണ് ശരിക്കുള്ള സന്യാസം. അപ്പൊ ആ വിരക്തിയുടെ മഹത്വത്തെ കുറിച്ചാണ് പറയുന്നത്. അറിന്തവിട തിൻപ തുൻപമാഹാതതുവും മറന്തവിട തിൻപ മയക്കും അറിந்த അലി അറിവ് നീ என்றான் അത്തുവിധാനന്ദ മുലയമുതമുണ്ട മുനി. വീണ്ടും തന്റെ ഗുരുനാഥനെ സ്മരിക്കുകയാണ് കണ്ണുടയ വള്ളലാർ സ്വാമികൾ ഇവിടെ ചെയ്യുന്നത്. അറിந்த വിടത്ത് ഇൻപ തുൻപമാകാത്. അറിந்த വിടം എന്ന് പറഞ്ഞാൽ അറിഞ്ഞ സ്ഥലം. ആത്മാവിനെ എവിടെയാ നമ്മൾ അറിയുന്നത്? ആത്മാവിൽ തന്നെയാണ് അറിയുന്നത്. നമ്മളെ ഹൃദയത്തിൽ എന്ന് പറയുന്നു. ഈ ഹൃദയം ആത്മാവാണ് എന്നാണ് രമണ മഹർഷിയൊക്കെ പറയുമ്പോൾ ആത്മാവ് എന്നുള്ളതിന്റെ പര്യായ ശബ്ദമായിട്ടാണ് ഹൃദയം എന്ന് പറയുന്നത്. ബൃഹദാരണ്യകോപനിഷത്തിൽ ഈ ഹൃദയ ശബ്ദം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഹൃദയം എന്ന് പറഞ്ഞാൽ ആത്മാവ്. ഞാൻ എന്ന അനുഭവം എവിടെയാണോ ആ അനുഭവ കേന്ദ്രമാണ് ഹൃദയം. എവിടെയായി ഞാൻ എന്നുള്ള അനുഭവം? ആത്മാവിൽ. വേറെ എവിടെ ഉണ്ടാവാൻ പറ്റും? അല്ല, ഇത് അഹങ്കാരം ഭ്രമമല്ലേ? അതെ, കാനൽ ജലം ഭ്രമമാണ്. പക്ഷെ അത് മരുഭൂമിയിലല്ലേ കാണപ്പെടൂ. അഹങ്കാരം ഉദിക്കുന്നത് ആത്മതലത്തിലാണ്. അതാണ് അറിന്തവിടം. യഥാർത്ഥ ജ്ഞാനത്തിൽ അല്ലെങ്കിൽ പരമാർത്ഥ ജ്ഞാനത്തിൽ ഇൻപ തുൻപമാഹാത്. അവിടെ ഇൻപം തുൻപം എന്ന് രണ്ടില്ല. ഇൻപം സുഖം, സാപേക്ഷമായ സുഖം, ഇന്ദ്രിയങ്ങളിലൂടെയും മനസ്സിലൂടെയും അനുഭവപ്പെടുന്ന സുഖമാണ് ഇൻപം. തുൻപം അല്ലെങ്കിൽ തുമ്പം എന്ന് പറഞ്ഞാൽ ദുഃഖം എന്നർത്ഥം. ഇൻപവും തുൻപവും
അത് രണ്ടും സത്യത്തിലില്ല. ഇവ രണ്ടും സത്യത്തെ സ്പർശിക്കുന്നില്ല. ആകാത് അതുവും മറന്നവിടത്ത് ഇൻപം മയക്കും. അതുവും മറന്നവിടത്ത് എന്ന് പറഞ്ഞാൽ ഈ സുഖവും ദുഃഖവും അനുഭവപ്പെടാത്ത ഒരു സ്ഥാനമുണ്ട്. അതെന്താണ്? അബോധാവസ്ഥ. ഒരാൾ ബോധം കെട്ട് താഴെ വീഴുകയാണെങ്കിൽ ആ അവസ്ഥയിൽ അദ്ദേഹം വിശേഷിച്ച് എന്തെങ്കിലും സുഖം അനുഭവിക്കുന്നുണ്ടോ? ഇല്ല. ദുഃഖവും അനുഭവിക്കുന്നില്ല. ഒരു ശൂന്യതയാണ്. തലയ്ക്ക് അപ്രതീക്ഷിതമായിട്ട് ഒരു അടിയേറ്റു, ബോധം കെട്ട് താഴെ വീഴും. ആ ബോധരഹിതനായിരിക്കുമ്പോഴുള്ള അവസ്ഥയുണ്ടല്ലോ, അതിൽ സുഖവുമില്ല ദുഃഖവുമില്ല. ഒരുതരം നമ്പനസ് ആണ്, ഒരു മരവിപ്പാണ്. അവിടെ എന്ത് പറ്റി എന്നുള്ളത് അദ്ദേഹത്തിന് അറിയില്ല. ആ അവസ്ഥയിൽ എന്താണ് പറ്റിയത്, എത്ര സമയം കഴിഞ്ഞു പോയി, ഇതൊന്നും പറയാൻ പറ്റില്ല. അതും അറിന്തവിടത്ത് ഇൻപം മയക്കും എന്ന് പറഞ്ഞാൽ അതും മറന്നവിടത്ത്, അതും എന്ന് പറഞ്ഞാൽ ഇവിടെ ആത്മാവിനെയാണ് പറയുന്നത്. ആത്മാവിനെ മറന്ന സ്ഥിതിയിൽ, പാരമാർത്ഥിക ജ്ഞാനത്തെ വിസ്മരിച്ച അവസ്ഥയിൽ ഇൻപം മയക്കും, സുഖം നമ്മളെ മോഹിപ്പിക്കും. അത് ബാഹ്യസുഖമായാലും ശരി, ധ്യാന സുഖമായാലും ശരി, മനുഷ്യൻ അതിൻ്റെ മോഹവലയത്തിൽ അകപ്പെടുന്നു. ഈ ധ്യാനിക്കുമ്പോഴേ മനസ്സൊന്ന് ഏകാഗ്രപ്പെട്ടൊക്കെ വരുമ്പോൾ ഒരു അനിർവചനീയമായ ഒരു സുഖം അനുഭവപ്പെടും. പലരും അതാണ് ആത്മാനന്ദം എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. അതല്ല. നമ്മൾ അഗ്നിയുടെ അടുത്തേക്ക് പോകുമ്പോൾ ആ ഓരോ ചുവട് വയ്ക്കുമ്പോഴും ചൂട് കൂടിക്കൂടി വരുന്നില്ലേ? പക്ഷേ അപ്പോഴൊക്കെ നമ്മൾ അഗ്നിയിൽ നിന്ന് അകലെയാണ്. ശരിക്കും അഗ്നി എന്താണെന്ന് അറിയണമെങ്കിൽ അഗ്നിയുടെ നടുക്ക് ചെന്ന് നിൽക്കണം. ഒരടി അകൽച്ച പാലിച്ചാലും അഗ്നി എന്താണെന്നുള്ളത് അറിയാൻ പറ്റില്ല. ഒന്നുകിലും കൈ കൊണ്ട് വയ്ക്കണം, അല്ലെങ്കിൽ അതിന്റെ നടുക്ക് ഇറങ്ങി നിൽക്കണം. ഇതുപോലെ അല്പമെങ്കിലും ദ്വൈതം അവശേഷിക്കുന്നിടത്തോളം കാലം ആ ആത്മസത്യമോ ആത്മാനന്ദമോ പൂർണ്ണമായി നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല. അതിലങ്ങോട്ട് മുങ്ങണം എന്നാണ്, എടുത്ത് ചാടണം എന്നാണ്. അതിന് അപാരമായ ധൈര്യം വേണം. അഹങ്കാരത്തെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഏറ്റവും വലിയ വിലങ്ങുതടിയായിരിക്കുന്നത് ഈ അഹങ്കാരം തന്നെയാണ്. അത് ഇല്ലാതാവാൻ അത് സമ്മതിക്കില്ല. അത് ഏതെങ്കിലും രീതിയിൽ തൻ്റെ തല പുറത്ത് നീട്ടും. വളഞ്ഞും പുളഞ്ഞും ഒക്കെ അത് വരും. ചെളിയുടെ ഉള്ളിൽ നിന്ന് മത്സ്യങ്ങളിങ്ങനെ പുറത്തേക്ക് ചാടി വരുന്നത് പോലെ, മണ്ണിൻ്റെ അടിയിൽ നിന്ന് മണ്ണര തല പുറത്തേക്ക് നീട്ടുന്നത് പോലെ, ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഭാവത്തിൽ ഈ അഹങ്കാരം നമ്മൾ അറിയാതെ ഉള്ളിൽ പൊന്തും. അതുകൊണ്ട് അഹങ്കാരനാശം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല. അതും മറന്നവിടത്ത് എന്ന് പറഞ്ഞാൽ പാരമാർത്ഥിക ജ്ഞാനത്തെ മറന്നാൽ വിഷയസുഖങ്ങൾ, അതല്ലെങ്കിൽ ധ്യാനാവസ്ഥയിൽ ഒരാൾ അനുഭവിക്കുന്ന സുഖം നമ്മെ മോഹിപ്പിക്കും. അങ്ങനെ സത്യം നഷ്ടമായി തീരും. സുഖത്തിന്റെ മോഹവലയത്തിൽ നീ പെട്ടുപോകും, മയങ്ങിപ്പോകും എന്നാണ് പറയുന്നത്. അറിந்த അലി അറിവ് നീ വാസ്തവത്തിൽ ആരാണ്? എല്ലാ ദ്വൈതങ്ങളെയും അറിയുന്ന, സുഖത്തെയും ദുഃഖത്തെയും, ജനനത്തെയും മരണത്തെയും, ലാഭത്തെയും നഷ്ടത്തെയും, എന്തൊക്കെ വിപരീത ഭാവങ്ങളുണ്ടോ ഈ പ്രപഞ്ചത്തിൽ അതിനെയൊക്കെ അറിയുന്ന, എന്നാൽ അവയുടെ എല്ലാം അപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന നപുംസക അറിവാണ് നീ. അലി എന്ന് സംസ്കൃതത്തിൽ പറഞ്ഞാൽ മുഹമ്മദ് അലിയോ അങ്ങനെയുള്ള അലിയല്ല. അലി എന്ന് പറഞ്ഞാൽ ഷണ്ടൻ, നപുംസകം എന്നാണ് അർത്ഥം. ആണുമല്ല പെണ്ണുമല്ല, അതാണ് അലി. നീ അലി അറിവാണ് എന്ന് പറഞ്ഞാൽ അപ്പൊ അറിവില് ആണറിവും പെണ്ണറിവും ഉണ്ടോ? ഇപ്പൊ ഈ പെണ്ണെഴുത്ത് എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. സ്ത്രീകൾ എഴുതുന്ന സാഹിത്യം അതാണോ? സ്ത്രീകളുടെ രചനയാണോ ഈ പെണ്ണെഴുത്ത് എന്ന് പറയുന്നത്? അതെന്തോ ആയിക്കോട്ടെ. അറിവില് ആണും പെണ്ണും ഉണ്ട്. നീ അലി അറിവാണ്, നപുംസകമായ അറിവാണ്. എന്താണ് ഈ ആണറിവും പെണ്ണറിവും എന്ന് ചോദിച്ചാൽ, പതി അറിവ് ആണറിവ്. പതിയെ കുറിച്ചുള്ള ജ്ഞാനം അല്ലെങ്കിൽ ഈശ്വരനെ കുറിച്ചുള്ള, പശു പതി പാശം എന്ന് 3 തത്വങ്ങളുണ്ടല്ലോ. അതിൽ പതിയെക്കുറിച്ചുള്ള അറിവ് ആണറിവാണ്, ശ്രേഷ്ഠമായത്. പുരുഷന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹമാണല്ലോ. അപ്പോൾ ആണറിവ് എന്ന് പറഞ്ഞാൽ പതിയെക്കുറിച്ചുള്ള അറിവ്. പാശ അറിവ് പെണ്ണറിവ്. പശു പതി പാശം എന്നുള്ള, പാശം മായ അല്ലെങ്കിൽ ബന്ധം. ആ ബന്ധം എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള അറിവാണ് പെണ്ണറിവ്. അതായത് മായയെക്കുറിച്ചുള്ള അറിവ്. മായാവിയെക്കുറിച്ചുള്ള അറിവ് ആണറിവും, മായയെക്കുറിച്ചുള്ള അറിവ്, ബന്ധത്തെക്കുറിച്ചുള്ള അറിവ് പെണ്ണറിവും. ഈ വിരുവകൈ അറിവും പോൽ അன்றി, ഈ 2 അറിവുകളും പോലെ അല്ലാതെ പതി അറിവോടും കൂടി പതി അറിവായും, പതിയെക്കുറിച്ചുള്ള അറിവുമായി ചേർന്ന്
പതിയാരെന്നറിയുകയും പാശ അറിവോടും കൂടി പാശ അറിവായും, പാശം എന്ന് ഭാവന ചെയ്യുമ്പോൾ പാശത്തോട് ചേർന്ന് നിന്ന് അതെന്താണെന്ന് മനസ്സിലാക്കുകയും, ആൺവടിവും പെൺവടിവും തഴുവി നിன்ற അലിപോൽ ഇരുത്തലിൻ പശു അറിവ് അലി അറിവ് என்றார். നപുംസകത്തിന്റെ ലക്ഷണം എന്താ? ചില അംശത്തിൽ അയാൾ പുരുഷനെ പോലെയാണ്, വേറെ ചില അംശത്തിൽ സ്ത്രീയെ പോലെയാണ്. അയാൾ പുരുഷനാണോ സ്ത്രീയാണോ എന്ന് തീരുമാനിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതിനെയാണല്ലോ നമ്മൾ നപുംസകം എന്ന് പറയുന്നത്. ഈ അറിവ് ശരിക്കും നപുംസകമാണ്. എന്തുകൊണ്ട്? അത് ആണറിവായും പ്രകടമാകും, പെണ്ണറിവായും പ്രകടമാകും. നിർഗുണജ്ഞാനം എന്ന് പറയാനാണ് അലി അറിവ് എന്ന് പറഞ്ഞത്. അത് ഏതിനോട് കൂടെ ചേരുന്നോ അതിനെ പ്രകാശിപ്പിക്കും, അതുമായി താതാത്മ്യപ്പെടും. പശുവിനോട് കൂടി ചേർന്നാൽ ജീവൻ ആണ് താനെന്ന് വിചാരിച്ചാൽ ജീവനെ കുറിച്ചുള്ള അറിവ്, മായയുമായി ബന്ധപ്പെടുമ്പോൾ മായയെക്കുറിച്ചുള്ള അറിവുണ്ടാകുന്നു, പതിയുമായി ബന്ധപ്പെടുമ്പോൾ പതിയെക്കുറിച്ചുള്ള അറിവുണ്ടാകുന്നു. ശരിക്കും ഈ അറിവ് അലി അറിവാണ്. അതാണ് അലി അറിവ്. നീ ആ നിർഗുണമായ ജ്ഞാനമാണ്. ഓരോന്നുമായി താതാത്മ്യപ്പെടുമ്പോൾ ഓരോന്നിന്റെ അറിവുണ്ടാവുന്നു. ശുദ്ധമായ അറിവ് എന്നർത്ഥം, കലർപ്പില്ലാത്ത അറിവ്, അദ്വൈത ജ്ഞാനം എന്നർത്ഥം. അലി അറിവ് നീ என்றான், നീ നിർഗുണമായ ആ അറിവാണ് എന്ന് എൻ്റെ ആചാര്യൻ പറഞ്ഞു. അനത്തുവിധാനന്ദ മുലയമുതമുണ്ട മുനി. ആരാണ് അങ്ങനെ പറഞ്ഞത്? മുനി. ഏത് മുനി? ഈ തിരുஞாന സംബന്ധ സ്വാമികളുടെ ചരിത്രം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞപ്പോൾ പാർവതി ദേവി ഈ തിരുஞாന സംബന്ധ സ്വാമികൾ കൈക്കുഞ്ഞായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ പോറ്റിയായിരുന്നു, അമ്പലത്തിലെ പൂജാരിയായിരുന്നു. അപ്പോൾ ഈ കൊച്ചിനെ കിടത്തിയിട്ട് അദ്ദേഹം പൂജയ്ക്ക് വേണ്ടിയോ കുളിക്കാനോ എന്തോ പോയി. ഈ കൊച്ചുകുട്ടി വിശപ്പ് കൊണ്ട് കരഞ്ഞു. അപ്പോൾ ശ്രീകോവിലിൽ നിന്നും പാർവതി ദേവി വന്ന് ഈ കുഞ്ഞിന് മുല കൊടുത്തു എന്നാണ്. അത് ജ്ഞാനപ്പാലാണ് കൊടുത്തത് എന്നാണ് തിരുஞாന സംബന്ധ സ്വാമികൾ പറയുന്നത്. ആ ജഗദംബയുടെ കയ്യിൽ നിന്നും ആ സ്തന്യം നുകരാനുള്ള ഭാഗ്യം കിട്ടി. അതുകൊണ്ട് 3 വയസ്സിലെ മഹാജ്ഞാനിയായി എന്നാണ്. വിവരം വെക്കുന്നതിന് മുമ്പേ മഹാജ്ഞാനിയായിരുന്നു. നമ്മൾ ഈ വിവരം വെക്കുക എന്ന് പറയുന്നു. അതിനു മുമ്പ് ജ്ഞാനത്തിന്റെ ഉറവിടമായി തീർന്നു. അദ്വിതാനന്ദ മുലയമുദം എന്ന് പറഞ്ഞാൽ സ്തനത്തിൽ നിന്നുള്ള പാല്. എന്ത് പാലാണ് അദ്ദേഹം കുടിച്ചത്? അദ്വൈതാമൃതം. ആ അദ്വൈതാമൃതമാകുന്ന സ്തന്യം ഉണ്ട മുനി, ഭക്ഷിച്ച കഴിച്ച മഹർഷി. ഗുരുനാഥനെ പറ്റി പറയുകയാണ്. അദ്വിതാനന്ദമുണ്ട മുനി. കോതയാർ പൊർക്കിണ്ണത്ത് അടിശിൽ കൊല്ലാതെ എന താതയാർ മുനി ഉറത്താൻ. അത് ദേവാരപ്പതികം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. അതിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ എന്ത് വിചാരിച്ചു? ഇദ്ദേഹം ഈ തിരുஞாന സംബന്ധ സ്വാമികളുടെ അച്ഛൻ കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ കുട്ടി ചിരിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. അതിൻ്റെ വായിൽ പാലിൻ്റെ അംശം കാണും. അദ്ദേഹം വിചാരിച്ചത് ആരോ കുഞ്ഞിന് വിഷം കലർത്തിയ പാല് കൊടുത്തു എന്നാണ്. ജ്ഞാനപ്പാലാണ് കുടിച്ചത്. തൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി ആരോ വിഷപ്പാല് നൽകിയതാണ്. ഇനി എന്തു സംഭവിക്കുമോ എന്ന് അദ്ദേഹം വല്ലാതെ വിഷമിച്ചു എന്നാണ്. ഈ പാർവതി ദേവി എങ്ങനെയാണ് ആ സ്തന്യം കൊടുത്തത് എന്ന് ചോദിച്ചാൽ സ്വർണ്ണ കിണ്ണത്തിൽ ആക്കി കുഞ്ഞിനെ കുടിപ്പിച്ചു ദേവി. പക്ഷെ അച്ഛൻ കരുതിയത് വിഷപ്പാല് കുടിച്ചു, തൻ്റെ കുഞ്ഞിനെ ആരോ കൊല്ലാൻ ശ്രമിച്ചു എന്നാണ്. പോതയാർ പൊർക്കിണ്ണത്ത് അടിശിൽ, പൊൻകിണ്ണത്തിലാണ് കൊടുത്തത്. കൊല്ലാതെ എന താതയാർ മുനി പുറത്താൻ. എൻ്റെ അച്ഛൻ എൻ്റെ വായിൽ പറ്റിയിരിക്കുന്ന ദേവി തന്ന ആ പാലിൻ്റെ അംശം കണ്ടിട്ട് അദ്ദേഹം ദേഷ്യത്തോട് കൂടി ഇങ്ങനെ പറഞ്ഞു, ആരോ എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി വിഷപ്പാല് കുടിപ്പിച്ചു. അതിനെയാണ് ഇവിടെ ഓർമ്മിക്കുന്നത്. അദ്വൈതാനന്ദ മുലയമുദം ഉണ്ട മുനി. അദ്വൈതമാകുന്ന സ്തന്യാമൃതം, ആ മുലപ്പാലാകുന്ന അമൃതം, ജ്ഞാനപ്പാൽ കുടിച്ച ആ മഹർഷി, എൻ്റെ ഗുരുനാഥൻ, നീ നപുംസകജ്ഞാനമാണ് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഒരു ഉപാധിയുമായി ചേർന്ന് പ്രകാശിക്കാതെ സ്വതന്ത്രമായി തൻ്റെ തന്നെ സ്വന്തം നിലയിൽ പ്രകാശിക്കുന്ന അറിവാണ് അലി അറിവ്. അതാണ് നീ എന്ന് ആ ജഗദംബയുടെ സ്തന്യം നുകർന്ന എൻ്റെ ആചാര്യൻ പറഞ്ഞു. മലയാളം കൂടെ വായിക്കാം. തന്നെ സ്വയം ജ്ഞാനരൂപിയായി കണ്ട അതേ നിലയിൽ സുഖദുഃഖങ്ങളാകുന്ന ദ്വന്ദ്വങ്ങൾ ഉണ്ടാവുകയില്ല. ആ അറിവ് വിട്ടകലുമ്പോൾ സംസാര പ്രപഞ്ചം വീണ്ടും പ്രത്യക്ഷമാകുന്നു. അവിടെ വിഷയസുഖം ജീവനെ മറയ്ക്കുന്നു. ഈ പതി അറിവാകുന്ന ശിവത്തിനും പ്രപഞ്ച അറിവാകുന്ന പാശത്തിനും
പ്രപഞ്ചജ്ഞാനമാണ് പാശം, ബന്ധം. പതിയെക്കുറിച്ചുള്ള അറിവാണ് മോക്ഷത്തിന് സഹായിക്കുന്നത്. പ്രപഞ്ച അറിവാകുന്ന പാശത്തിന് മധ്യേ ഈ രണ്ടറിവുകളെയും അറിയുന്ന പശു അറിവാണ് നീയെന്ന് ജഗദംബികയുടെ തിരുമുലപ്പാൽ അമൃതം സേവിച്ച് ജ്ഞാനം പെറ്റ മുനിയായ ശ്രീ തിരുஞான സംബന്ധർ എന്ന എൻ്റെ ഗുരു എന്നോട് അരുളി ചെയ്തു. ആ വ്യാഖ്യാനത്തോടെ എനിക്ക് യോജിപ്പില്ല. ജീവനാണ് നീ എന്നല്ല ഉപദേശിച്ചത്. അലി അറിവ് എന്ന് പറഞ്ഞാൽ നിർഗുണമായ ബ്രഹ്മമാണ് എന്നാണ് ഉപദേശിച്ചത്. പക്ഷെ ഇവിടെ പറയുന്നു പശു അറിവാണ് നീ എന്ന് ആചാര്യൻ ഉപദേശിച്ചു എന്നാണ്. അതിനോട് എനിക്ക് ഒരു തരത്തിൽ യോജിക്കാൻ നിവൃത്തിയില്ല. വിനയത്തോടു കൂടി ഈ ഭാഷ്യകാരനോട് ഞാൻ യോജിക്കും. ജീവജ്ഞാനമല്ല, നീ ഒന്നുമായും ബന്ധമില്ലാത്ത പരമാത്മാവാണ്. അലി അറിവ് എന്ന് പറഞ്ഞാൽ അവിടെ ജീവജ്ഞാനം, നീ ജീവനാണ് നല്ല ഉപദേശിച്ചത്. നീ ബ്രഹ്മമാണ്, ഒന്നിനോടും ചേരാതെ സ്വയം പ്രകാശിക്കുന്ന അറിവാണ്, അലി അറിവാണ് എന്നാണ് ഉപദേശിച്ചത്. ആണറിവ്, പതിയറിവ്, പെണ്ണറിവ്, പാശ അറിവ്. പതിയറിവ് എന്ന് പറഞ്ഞാൽ ശിവം, പാശ അറിവ് എന്ന് പറഞ്ഞാൽ സംസാരം. ഇവ രണ്ടും ഉൾക്കൊള്ളുന്ന അലി അറിവ് ജീവബോധം. എന്തോ എനിക്കത് കൊള്ളാൻ പറ്റുന്നില്ല. ശിവമാണ് എല്ലാ അറിവിനും കാരണം. അപ്പോൾ ആ ശിവത്തിനെ കുറിച്ചുള്ള അറിവും പാശത്തെക്കുറിച്ചുള്ള അറിവും ജീവന്റെ അറിവ് എങ്ങനെ ഉൾക്കൊള്ളും? അത് സാധ്യമല്ല. അലി അറിവ് എന്നുള്ളതിന് ബ്രഹ്മജ്ഞാനം എന്ന് തന്നെ അർത്ഥം പറയണം. പശുപതിക്കും പാശത്തിനും മധ്യേ നിന്ന് രണ്ടിനെയും അറിഞ്ഞ് പാശത്തെ നീക്കി പതിയെ പ്രാപിക്കാൻ യോഗ്യനാണെന്ന് സാരം. പതിയെ പ്രാപിക്കാൻ യോഗ്യനല്ല, നീ അതാണ് എന്നാണ് പറയുന്നത്. നീ അലി അറിവ് നീ എന്നാണ് പറയുന്നത്. തത്വമസി ആണ് ഉപദേശിക്കുന്നത്. അല്ലാതെ അതിനെ പ്രാപിക്കാൻ നിനക്ക് യോഗ്യതയുണ്ട് എന്നല്ല. എനിക്ക് അതുമായിട്ട് യാതൊരു തരത്തിലും അല്പം പോലും യോജിക്കാൻ പറ്റുന്നില്ല. നീ ആത്മാവാണ് എന്ന് തന്നെയാണ് ആചാര്യൻ എന്നെ ഉപദേശിച്ചത്. ഇനിയുള്ള പദ്യങ്ങൾ നമുക്ക് അടുത്ത ആഴ്ച വായിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി